അടുത്തതായി നമ്മുടെ സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിന് പ്രിയപ്പെട്ട പുഷ്പരാജൻ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. सब लोग नमस्कार। पहले थोड़े हिंदी में बोलेगा क्योंकि हम लोग मलयालम और हिंदी तमिल पूरा आदमी लोग हैं, इसके लिए मैं इधर आया हुआ स्वागतम प्रशंसा बोलने के लिए है। इसके लिए आप लोगों को सबको नमस्कार बोल रहे हैं। ബഹുമാനപ്പെട്ട നമ്മുടെ സീനിയേഴ്സായ പല ആൾക്കാരും സന്നിഹിതരായിരിക്കുന്ന ഈ വേദിയിൽ എനിക്ക് ഈ ഒരു സ്വാഗതം പറയാൻ കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ജയ്സൺ അവർക്കും ശ്രീ സുരേഷ് അവർക്കും ശ്രീ जॉन पिक्चर अवர்கள் श्री टीचरिया नाम नहीं बोलता है, फिर भी सब लोगों के लिए ये നമ്മളെ ഈ കൂട്ടായ്മയ്ക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ലാംബറയിൽ ഒരുപാട് കാലം ജോലി ചെയ്തു. ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ വന്നിട്ട് തന്നെ ഇപ്പോൾ 7-8 വർഷമായി. പലരും തങ്ങളിൽ കണ്ടു കാണും, പല കാര്യങ്ങൾക്കും വന്നിട്ടുണ്ട്, കണ്ടു കാണും. കാണാത്ത ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണുന്നതിനും സംസാരിക്കുന്നതിനും ഈ ഒരു വേദി ഒരുക്കുകയും അതേപോലെ തന്നെ നമ്മളെല്ലാവരും വരാൻ കാട്ടിയ ഈ മനസ്സിന് വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളും അതുപോലെ സന്തോഷിക്കുന്നുവെന്നും ഇത് എൻജോയ്മെൻറ്റ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാനപ്പെട്ട ജോൺ പണിക്കരെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഏകദേശം ഇപ്പോൾ ലാംബറിൻ്റെ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തതുപോലെയുള്ള ഒരു പ്രതീതിയാണ് ഉള്ളത്. നമ്മളെല്ലാവരെയും ഫാബ്രിക്കേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സൈഡുകളിൽ നിന്നിട്ട് ഈ പൊസിഷനിലേക്ക് എത്തിച്ചത് ഈ ലാംബറാണെന്നുള്ളത് നമ്മളെല്ലാവരും ഓർമ്മിക്കും. അല്ലാതെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലാംബറിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. നമ്മുടെ കഴിഞ്ഞ കാലം ലാംബറിൻ്റെ ആദ്യത്തെ കാലങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് താഴെ നിന്നാണ് നമ്മൾ ഈ ലെവലിലെത്തിയിരിക്കുന്നത്. നമ്മുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ ലെവലിൽ ലാംബറിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ലാംബറിൻ്റെ തുടക്ക സമയങ്ങളിൽ സാധ്യത ഞാൻ 82-83 ലാംബറിൽ ജോലി ചെയ്തിട്ട് പിന്നെ ഞാൻ 90-ലാണ് ലാംബറിൽ എത്തുന്നത്. അന്നൊക്കെ ഇവിടെ ജോലി ചെയ്ത ആർട്ടി ഫെർണാണ്ടസ്, പിന്നെ ഫ്രാൻസിസ്, തോമസ് കുട്ടി, ജോർജിയൊക്കെ അവരൊക്കെ ഞങ്ങളോട് ജോലി ചെയ്തിരുന്നു. 82-83 വികാസിൻ്റെ 2ാമത്തെ എക്സ്പാൻഷൻ ഇവരായി. അത് കഴിഞ്ഞ ശേഷം 90-ലാണ് ഞാൻ ലാംബറിൽ എത്തുന്നത്. അന്ന് ഷർട്ട് മാറാനോ അല്ലെങ്കിൽ ഒരു കബോർഡോ അല്ലെങ്കിൽ നല്ല ടൂൾസോ ഒന്നും തന്നെ ഇല്ല. അന്ന് ഒരു ആംഗിൾ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് അടിച്ചിട്ട് പാക്കിങ് വരുന്ന പലകെടുത്ത് കബോർഡായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമുള്ള ലാംബർ. അതുപോലെ ആഹാരം ഇരുന്ന് കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ കിട്ടുന്ന കഴിച്ച് ഒരു വണ്ടി തരും പേരിയമാവുകയും അതിനകത്ത്
ഉള്ള ആഹാരം എടുത്ത് കഴിച്ച ഒരു സമയമുണ്ടായിരുന്നു ലാമ്പർ. പക്ഷെ അന്ന് ജോലി ചെയ്തിരുന്ന ഇവിടെ ഇരിക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ജോലി ചെയ്യുകയല്ല ചെയ്യും, എല്ലാവരും പിണക്കമായിരുന്നു. അവനേക്കാൾ കൂടുതൽ എയ്റ്റ് ചെയ്യണം, എനിക്ക് പേരുണ്ടാകണം, ആരും ശമ്പളത്തിന് വേണ്ടി അല്ല അന്ന് ജോലി ചെയ്തിരുന്നത്, ആത്മാർത്ഥതയോടെയാണ്. അങ്ങനെ ഈ കമ്പനി ഒരുപാട് ഉയരങ്ങളിലെത്തിക്കാൻ ഇവിടെ ചെയ്യുന്ന എല്ലാവരും, ഇവിടുന്ന് വരാത്തവരും ഇന്ന് സൈനികരാകാത്തവരും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ ജോലി പോലെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരുടെയും പേര് പറയാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു വിഷമമുണ്ട്. ഒന്നിനൊന്ന് മെച്ചമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ട്രേഡുകളും. അങ്ങനെ നമ്മളെ ലാമ്പർ ഇതേമാതിരിയാക്കി നമുക്കും ലാമ്പറിനെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ വന്ന മാനേജ്മെൻറ്റുകളൊക്കെ പല കാരണങ്ങളാൽ പല പ്രൊജക്റ്റുകളും നമുക്ക് ലോസാകാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും അലക്സ് സാറ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും, ജേക്കബ് സാറും എല്ലാവരെയും അളന്ന് കുറിച്ച് പഠിച്ച് ഓരോരുത്തർക്കും വെളിയിൽ നിന്ന് സൂപ്പർവിഷൻ എടുക്കാതെ നമ്മളിൽ തന്നെ വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്നവരാണ് ഇരിക്കുന്നത്. ഞാൻ സഹിതം അത് വലിയൊരു ഉപകാരമായി. അതുകൊണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ ഒരു സൂപ്പർവിഷനെയൊക്കെ എടുത്ത് അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒന്നും ആകാൻ കഴിയില്ല. അന്നും നമ്മൾ ഫാബ്രിക്കേറ്ററോ ഇലക്ട്രിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ തന്നെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത്രമാത്രം നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കമ്പനിയുമാണ് അലക്സ് സാറും അതുപോലെ ജേക്കബ് സാറിനെയും നമ്മൾ ഈ സമയത്ത് ഓർക്കും. അന്ന് ശരിയായിട്ടൊരു റൂൾസ് ഇല്ല. ആന്റണി സാറും അസീമും ഒരു ഇറ്റാച്ചി കവറുള്ള വേറെ ഏതോ മെഷീനെടുത്ത് വെച്ചിട്ട് ഓടിക്കുന്ന സമയങ്ങളുണ്ട്. അന്ന് അസീം ഇങ്ങനെ ഈ കഞ്ചായ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ലിവർ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അവർക്ക് ഇന്നെൻ്റെ ഓർമ്മകളിൽ വരുന്നൊരു കാര്യമാണ്. അതുപോലെ ഓരോരുത്തർ അങ്ങനെ കമ്പനി വളർന്നു. ചെല്ലാലിയിൽ നമുക്ക് ഒരു യാർഡ് തുടങ്ങാൻ കഴിഞ്ഞു. അവിടെ ലാമ്പറിലെ ഏറ്റവും നല്ല ജോബുകളോടെ ചെയ്യാൻ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാവരെയും മേലോട്ട് വരുത്തിക്കൊണ്ട് വരുവാനും ലാമ്പറിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മളിൽ നിന്ന് പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ വിട്ടുപോയിരിക്കും. നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കും. അവരെ ഒരു നിമിഷം നമ്മൾ ഓർത്തു. പിന്നെ നമുക്ക് ഇന്നും ഈ 70 വയസ്സോ 75 വയസ്സും ഒക്കെയുള്ള ഈ പ്രായത്തിലും നല്ല ആരോഗ്യത്തോടെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് ദൈവത്തെ നമ്മൾ ഒതുക്കിയാണ് ചെയ്യണം. ഇനിയും അനേക വർഷങ്ങൾ ഇരിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും കൂട്ടായ്മകൾ ഇതുപോലെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോരുത്തർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഓരോ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള മീറ്റിങ്ങിൽ തീർച്ചപ്പെടുത്താവുന്നതാണ്. എവിടെ വേണം, എങ്ങനെ വേണം, ഓരോ ഡിസ്ട്രിക്റ്റിലും ഞാനില്ല, എനിക്ക് അങ്ങനെയുള്ള നടത്താനുള്ള സമയം കുറവുണ്ട്. പക്ഷെ അതുകൊണ്ട് ആൾക്കാരുണ്ട് ഓരോ ഡിസ്ട്രിക്റ്റും എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നോക്കി ഇതുപോലുള്ള കൂട്ടായ്മകൾ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നിങ്ങളെല്ലാവരും രാത്രിയിലെ തിരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ലാമ്പറിൽ ഒരു 2 വർഷം കണ്ടുമുട്ടിയ ഒരു മാനസിക സന്തോഷമാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതുപോലൊരു സാഹചര്യം ഒരുക്കി നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഒപ്പം കസേരയുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരുക്കി ഇങ്ങനൊരു സാഹചര്യം ഒരുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരുണ്ട്. അതിന് പ്രത്യേകം ജെയ്സൺ ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുമുണ്ട്. ഇത് നമ്മൾ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം റെഡിയായി ഇതെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, പല സ്റ്റേറ്റുകളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും പല ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഈ ആൾക്കാരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇവിടെ കൊണ്ടെത്തിക്കാൻ അതൊരു വലിയ റിസ്ക്കാണ്. പിന്നെ
ഈ വാട്സാപ്പ് മെസ്സേജിൽ നമുക്ക് പലതും പറയാം, പലതും ചെയ്യാം. ഇതൊക്കെ ചെയ്യാവുന്നതല്ല, അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ട്. പ്രവൃത്തിയിൽ ഇത് ജെയ്സൺ ഇത് ചെയ്തത് വലിയൊരു കാര്യമാണ്. പേഴ്സണലായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. കഴിഞ്ഞ ഒരു ഇതേമാതിരി നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ സുരേഷ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയിരുന്നു. എന്നെ സുരേഷ് ക്ഷണിച്ചിരുന്നു. എനിക്ക് അന്ന് ഒരു വിവാഹമുണ്ടായിരുന്നു, എനിക്ക് പോകേണ്ടതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ജെയ്സൺ ഇത് ചെയ്യുമെന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ജബലാലിയിൽ നമുക്കൊരു വിശേഷ ദിവസം വരുമ്പം ജെയ്സൺ പങ്കിതമാര് പറയും, നമുക്ക് ഓണം അടിച്ചു പഠിക്കണം, ക്രിസ്മസ് അടിച്ചു പഠിക്കണം എന്നൊക്കെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സമയമില്ല ഇതെല്ലാം പറയാനൊക്കെ. അപ്പോൾ നമ്മൾ മേളിൽ പോയിട്ട് ഡെവലപ്പിനിടയിൽനിന്നോ മാനേജ്മെൻറ്റ് എത്താറിയുന്നോ ഒക്കെ നമ്മൾ പെർമിഷൻ എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നോക്കുന്നത് ജെയ്സനാണ്. അല്ലെങ്കിൽ അതിനൊരു ടീമോ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാക്കി വളരെ നല്ല രീതിയിൽ ചെയ്ത് എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ജെയ്സൺ ചെയ്യും. ചെയ്തതിന് ജെയ്സനെ എത്ര സ്തുതിച്ചാലും അത് മതി വരരുതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്കുള്ളതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാനിൻ്റെ അന്വേഷണ പ്രസംഗം ഒരുപാട് സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പഴയ ഓർമ്മകൾ, അതിപ്പോൾ സമയക്കുറവുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവരും വന്ന് ഇതിൽ അറ്റൻഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയുമുള്ള കൂടിക്കാഴ്ചകൾ എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഇനിയുള്ള ഈ സമയത്ത് ഇതൊക്കെ ഉള്ളൂ ബാലൻസ്. അതുപോലെ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിദ്വേഷങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വൈകാരികൾ തമ്മിൽ ഉണ്ടായിരുന്നു വരാം. പക്ഷേ ഒരു വാഷിംഗ് മെഷീനും ഒരു വാക്യൂം ക്ലീനറിനെ പോലെ നമ്മളാവണം. കാരണം വാക്യൂം ക്ലീനറിൻ്റെ പൊടികളെല്ലാം പിടിക്കും, അത് സഞ്ചിയിൽ ഒതുക്കും. വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ തുണികളിട്ട് ഡിറ്റർജൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാവും. ആ ഒരു വാഷിംഗ് മെഷീൻ ആകണം നമ്മൾ. അല്ലാതെ ഒരു വാക്യൂം ക്ലീനറിനകത്തുള്ള പൊടി എപ്പോൾ വേണമെങ്കിലും തട്ടി അതിനെ തെറിപ്പിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ മനസ്സിൽ വൈരാഗ്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. ഇനിയെങ്കിലും ഇത്രയും പ്രായം നമ്മളെല്ലാം പറയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് മറക്കരുത്. നമ്മളൊരു ഫാബ്രിക്കേറ്ററായിരുന്ന ഇത്രയും കാര്യങ്ങൾ പഠിക്കും. നമുക്കൊരു മീറ്റിംഗ് എന്താണെന്ന്, അതിൻ്റെ ഷെഡ്യൂൾ എന്താണെന്ന്, അത് പ്ലാനിങ് എങ്ങനെയാണെന്ന്, ഓർഗനൈസിങ് എങ്ങനെയാണെന്ന് ഒന്നുമില്ലാതെ നമ്മളെ പഠിപ്പിച്ചൊരു കമ്പനി. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും വാക്കുകുറ്റികളിലുള്ള പുതിയ തട്ടിക്കളയുന്നത് പോലെ തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് ആസ്വദിക്കുന്നവരുണ്ട്. എന്നെപ്പറ്റി അനാവശ്യങ്ങൾ എത്രയോ പറഞ്ഞത് കേൾക്കാൻ സന്തോഷമുള്ള എത്രയോ പേരുണ്ട്, എതിർത്തവർ എത്രയോ പേരുണ്ട്. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ഇവിടെ വെച്ചല്ല സൈറ്റ്. എന്നെ സംബന്ധിച്ച് പോലീസും നാടകകൃത്തുകാരും അവനവൻ്റെ വേഷം ഇടുമ്പോൾ ആ കഥാകൃത്താകുന്നത് പോലെ നമുക്ക് നമ്മുടെ ക്യാപ്പും നമ്മുടെ കവറുകളും ഇടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഓരോ ട്രേഡ് നമ്മൾ ജോലി ചെയ്യുന്നതന്നെ ഉള്ളൂ. ജോലി സമയത്ത് എല്ലാവരെയും പുഷ് ചെയ്ത് കാണും, വഴക്ക് പറഞ്ഞ് കാണും. അത് കമ്പനി മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്. പക്ഷേ കവറോട് പോയി തൊപ്പിയെടുത്ത് മാറ്റിക്കഴിഞ്ഞ് 5 മണിക്ക് ബസ്സിൽ കയറുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരാണ്. അതുപോലെ അതൊക്കെ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പലരും വന്ന് റിസൈൻ ചെയ്യണം, ജോലിയുടെ കടുപ്പമുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ പ്രോബ്ലമുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറയും, അയാളോട് പോയി പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ കൗൺസിലിങ്ങിന് വിളിക്കും. നിങ്ങൾ അത് മാറും, ഒരാഴ്ച കാര്യമുള്ളൂ. നമ്മളങ്ങനെ 6 വർക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞു. അതുപോലെ കുറേ പേർക്ക് പണി കിട്ടാൻ കഴിഞ്ഞു. നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം ഭംഗിയാക്കിയാൽ മാത്രമേ വീണ്ടും നമുക്ക് പണികൾ കിട്ടത്തുള്ളൂ. നമുക്ക് സേഫ്റ്റി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പത്രോസും നമ്മുടെ എബ്രാഹിമൊക്കെ വന്ന ഒരു കാലത്ത് ഒരു കുറച്ച് പേര് സേഫ്റ്റിക്കാർ അന്ന് ചെയ്യുന്നതിന് പണി എങ്ങനെ മുടക്കാം എന്നുള്ളതാണ് അവരുടെ ജോലി. പക്ഷേ ആ പണി നമുക്കെങ്ങനെ പണി എങ്ങനെ സ്പീഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനിക്ക് ഉണ്ടായി. കാരണം സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ കമ്പനിക്ക് പണി കിട്ടത്തില്ല. ഏതായാലും 10% സേഫ്റ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് പോലെ. അപ്പം അങ്ങനെയൊക്കെ ഒരു സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി ഞാൻ അവരെ ബഹുമാനിക്കുകയും ചെയ്യും. കാരണം എൻ്റെ ലാസ്റ്റ് പ്രൊജക്റ്റിൽ നിക്സൺ
10 മില്യൺ മാനവർ വിത്തൗട്ട് LTE തീർക്കാൻ കഴിയും. അത് കമ്പനിയുടെ ഏറ്റവും വലിയ മാൻപവറുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അതുപോലെ ആ പ്രദേശത്തും അതുപോലെ എന്നോടൊപ്പം സഹകരിച്ച് നിന്ന് എല്ലാവർക്കും ഇതെല്ലാവരും ഇല്ല എല്ലാവർക്കും എൻ്റെ ആഗ്രഹിക്കുന്ന നന്ദി രേഖപ്പെടുന്നു. നമ്മൾ ഒരിക്കലും നമ്മളൊരു വാഷിംഗ് മെഷീനായി മാറണം, ഒരു വാക്യൂം ക്ലീനറായി മാറാതിരിക്കാൻ ഇനിയെങ്കിലും ഈ പ്രായത്തിലെങ്കിലും നമ്മൾ ശ്രമിക്കണം. വാട്സപ്പിലൊക്കെ ചില കാര്യങ്ങൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനായി മാറുക ഇനിയെങ്കിലും ഈ വന്നു കഴിഞ്ഞാൽ 4, 5, 10 വർഷം, ആ വർഷമെങ്കിലും കമ്പനിയുടെ കാര്യങ്ങൾ കമ്പനിയിലുള്ള സ്വഭാവങ്ങൾ ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്ന് ധരിക്കുന്നതും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ക്ഷമിക്കണം. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ജോലി സ്ഥലത്ത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരം നിങ്ങളോട് മാപ്പ് ചെയ്യുന്നു. കാരണം അതെൻ്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം ബന്ധം ആകെ ഒന്നുമില്ല. എനിക്ക് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യണം, എൻ്റെ ഷെഡ്യൂൾ എനിക്ക് തീർക്കണം, എനിക്ക് പേരെടുക്കണം. ഞാൻ ഇന്ന് വരെ ഒരു നയാ പൈസ എനിക്ക് ഇൻക്രിമെൻ്റ് വേണമെന്ന് കമ്പനി പറഞ്ഞിട്ടില്ല, എനിക്ക് തന്നിട്ടേ ഉള്ളൂ. തന്നതെല്ലാം സന്തോഷം, ഞാൻ അതിനൊന്നും യോഗ്യനുമല്ല. പക്ഷേ നിങ്ങളുടെ വിയർപ്പാണ് എന്നെ ഞാനാക്കിയത്. എന്നാൽ ആ വിയർത്തവരെ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പ്രൊജക്റ്റുകളിൽ തക്കതായ ഓർഗനൈസ് ചെയ്യാനും അതിന് പറ്റിയ വെള്ളക്കാരില്ലാതെ ചുമ്മാ വാചകടിക്കുന്ന വെള്ളക്കാരി അതിന് പറ്റിയ കുറേ സൂപ്പർവിഷനെ കൊണ്ടൊന്ന് ആക്കി ലാസ്റ്റ് പ്രൊജക്റ്റുകൾ നഷ്ടത്തിലാണ് എന്ന് എനിക്കറിയാൻ കഴിയും. ഒന്നാമത്തെ കാര്യം റെഡിയും ആവശ്യമില്ലാതെ കഴിയുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് മണിക്കൂറുകൾ കമ്പനിയെ നഷ്ടപ്പെടുത്തി പോയി. കാരണം ഓർഗനൈസ് ചെയ്യാനും അതിനെ പറ്റിയ പറഞ്ഞാൽ മനസ്സിലാവുന്ന വെള്ളക്കാർ മറ്റുള്ളവരുമൊക്കെ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മളെ ലാംബറിനെ എന്നും ഓർമ്മിക്കുക. നമ്മളാക്കിയ ഓരോ പൈസയും ലാംബറിന് നമുക്ക് പ്രയോജനം ഉണ്ടാക്കിയേ ഉള്ളൂ, ദോഷം വരുത്തിയിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വെയിലത്തും മഞ്ഞത്തും അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഇരിക്കുന്നവരുടെ നീത കേട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ എടുത്ത് നമ്മൾ പണിഞ്ഞതിന് നമ്മുടെ മക്കളൊക്കെ ഇന്ന് കാനഡയിലും അവിടെ എഞ്ചിനീയറും ഡോക്ടറും മറ്റുള്ളവരുമൊക്കെ ആയി എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മൾ അവിടെ നിന്നാണ്, ഞാൻ പല കമ്പനിയിലും ജോലി ചെയ്ത ആൾക്കാരുണ്ട്, ഞാൻ പല കമ്പനിയിലും ജോലി ചെയ്തു. എന്നാൽ അവിടെ നിന്നാണ് നമുക്കതിനുള്ള ഒരു ബേസ് കിട്ടിയതെന്ന് ഉള്ള ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളതുപോലെ ഇരിക്കുന്ന എല്ലാവരും ഇനിയും ഉള്ള ആൾക്കാരെ ചേർത്ത് പലയിടത്തും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള സുഖമില്ലാതിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒന്ന് കാണാൻ പോവുകയോ, ധനസഹായം ആർക്കും ആവശ്യം വരില്ല എങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുകയോ ഒരു പിരിവെടുക്കുകയോ 1000 രൂപയ്ക്ക് ഇത് ചെയ്യാതെ ഫണ്ടുണ്ടാക്കുകയോ അതൊക്കെ നിങ്ങളെല്ലാവരും തീരുമാനിച്ചാൽ മതി. എനിക്കൊക്കെ കേൾക്കാവുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ചെയ്യണം ഈ ഒരു നമ്മുടെ ഈ ഇന്ത്യൻ ടീം എന്ന് എനിക്കൊരാശയമുണ്ട്. പിന്നെ ആന്റണി സാറിനെ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടത്. അത് അങ്ങനെയുള്ള ഓരോരുത്തരെയും അതുകൊണ്ട് ഒരിക്കൽ ഞാൻ വീട്ടുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജെയ്സന് ഈ ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വന്നിരിക്കുന്നവർക്കും സന്തോഷമുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും കൊടുത്ത് ഈ ടീമിനെ വലുതാക്കി. ജെയ്സന് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ജെയ്സന് സമയമില്ലാത്ത ഒരാളാണ്. കാരണം കളികൾ വൈകി പിന്നെ ഇപ്പം പാർട്ടി യോഗമാണ് എൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഭാവിയിലൊരു പഞ്ചായത്ത് മെമ്പറോ MP യോ MLA ഒക്കെ ആകാൻ ഇന്ത്യൻ ടീമിൽ ഒരാൾക്ക് കഴിയും എന്ന് കിട്ടുന്നു. താങ്ക് യു. അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണമാണ്. മുഖ്യപ്രഭാഷണത്തിന് ബഹുമാനപ്പെട്ട MC അനിൽ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
MC ആന്റണി ചേട്ടൻ പ്ലീസ്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ വർഷത്തിന് ശേഷം, ഏതാണ്ട് 20 വർഷത്തിന് ശേഷം ഞാൻ എല്ലാവരും അടുത്ത് കാണുകയാണ്. ഇതിന് അവസരമൊരുക്കിയ മിസ്റ്റർ ജെയ്സണാണ് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഏതാണ്ട് 12 വർഷം ലാഭമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ് ലാഭത്തിൽ ജോലി ചെയ്യാൻ പറ്റിയ അവസരം. കാരണം ഏറ്റവും നല്ല കമ്പനിയാണ് എത്തിപ്പെട്ടത്. നല്ല ശമ്പളം, നല്ല പെരുമാറ്റം, സഹപ്രവർത്തനങ്ങൾ വളരെ അധികം ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അത് കാരണം ഞാനൊരു വർഷത്തേക്ക് വന്ന ആളാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ അവിടുത്തെ എല്ലാ അവസരങ്ങളും കിട്ടിയപ്പോൾ അങ്ങനെ തുടർന്ന് 12 കൊല്ലം ഞാൻ ജോലി ചെയ്തു. വളരെ സന്തോഷം കഴിഞ്ഞ് പിരിഞ്ഞു വന്നു. ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു ഭാവി കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞു. അവിടെ എത്തിയുള്ളൂ, ലാമ്പിൽ എത്തിയുള്ളൂ. ലാമ്പിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും സഹപ്രവർത്തകർ എല്ലാവരും വളരെ കാര്യമായിട്ട് സഹായിക്കുന്നു. ഞാൻ ഒരു അനുഭവമുണ്ട്, ജീവിതത്തിലുള്ള ഒരു അനുഭവം. അതിന് സഹായത്തെ എല്ലാവർക്കും നന്ദി. മുഖ്യപ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട സുരേന്ദ്രനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കാം. സുരേന്ദ്രൻ പ്ലീസ്. സുരേന്ദ്രൻ പ്ലീസ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് ഇങ്ങനെ ഇവിടെ കൂടാനും പരസ്പരം കാണാനും സന്ദർഭമുണ്ടായാലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് വീട്ടിലേക്കുള്ള ഒരാൾ ഇങ്ങനെ പരിപാടി തുടങ്ങി അങ്ങനെയൊക്കെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്ത് സംസാരിക്കുന്ന കൃഷ്ണൻകുട്ടി ചേട്ടനെ ഏറ്റവും സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു പ്രസംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ല വന്നത്. ഇവിടെ ജെയ്സൺ എൻ്റെ പേര് നിർദ്ദേശിച്ചതിനോ ഒരു ആദരം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പീച്ചും തരാനുള്ളൊരു പ്രിപ്പറേഷനൊന്നും ഇല്ല മനുഷ്യൻ. എന്നാലും എന്നെ വിളിക്കാനും ഇങ്ങനെ എല്ലാവരും കാണാനൊരു സൗകര്യം ഒരുക്കി തന്നതിന് ജെയ്സനോടും മറ്റുള്ളവരോടും എല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട സി സുരേഷിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് മുഖങ്ങൾ കാണാൻ പറ്റി. ഇതിൽ പലരും പരിചയമില്ലാത്തവരും ഉണ്ടായിരുന്നു. പക്ഷേ അതായത് 2 ഡിവിഷൻ അന്നത്തെ ഒന്ന് ഷാർജ, ഒന്ന് ജബ്ലാലി എന്നുള്ള രീതിയിൽ ചില മുഖങ്ങൾ മാത്രം കണ്ടെത്താൻ പറ്റാത്തതുണ്ട്. എന്നാലും നമ്മളെല്ലാം ഒരു വീട്ടിൽ നിന്ന് വന്നു, ഒരു കുടുംബത്തിൽ ജീവിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ ആൾക്കാരും നല്ലൊരു കമ്പനിയിൽ എത്തിപ്പെട്ടി നല്ല രീതിയിൽ അവിടുന്ന് ജോലി ചെയ്ത് തിരിച്ചു വന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്ക് അത്താണിയായ ഈ ലാമ്പെന്ന് പറയുന്ന ഈ കമ്പനി മാത്രമാണ്. അതായത് അന്നുണ്ടായിരുന്ന ശ്രീ അലക്സ് വൈദ്യൻ്റെയും ശ്രീ ജേക്കബ് സാറിൻ്റെയൊക്കെ പ്രയത്നം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ ജോൺ പണിക്കരും എല്ലാം പറഞ്ഞതുപോലെ പല കാര്യങ്ങളിൽ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു.
അതെല്ലാം അവിടെ വെച്ച് തീർത്ത് നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോഴും കൊണ്ടു നടക്കുന്നവരുണ്ട്. ഇവിടെ വന്ന് ഈ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് തന്നെ നമ്മൾ വിളിച്ചപ്പോഴത്തേക്ക് പലരും പറയുന്നത് അത് ജെയ്സൺ നടത്തുന്ന ഗ്രൂപ്പല്ലേ, അത് പാർട്ടി ഗ്രൂപ്പല്ലേ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പേര്, അതായത് എനിക്ക് തോന്നുന്ന 2018-ലോ 2019-ലോ കണ്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഇന്ന് ഏതാണ്ട് 190-ഓ 200-ഓ മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പലരും ഇതിൽ വരാൻ കൂട്ടാക്കിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈഗോ പ്രശ്നമാണ്. ഈഗോ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ലാമ്പലൊന്നും പോയിരുന്നു, അവിടെ പല പ്രശ്നങ്ങളും പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞെല്ലാം തിരിച്ചു പോയിരുന്നു. നമ്മൾ അതോടുകൂടി ഇതെല്ലാം നിർത്തിയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ എല്ലാവരും സൗഹൃദമായിട്ട് ജീവിക്കാൻ, അതാണ് എല്ലാവരും ആലോചിക്കുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവരെ തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവരെന്തായാലും ഇത് തിരുത്തി സ്വയം തിരിച്ചു വരുമെങ്കിൽ തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള ഗെറ്റ് ടുഗദറിലോ ഒക്കെ പങ്കെടുത്ത് നമുക്ക് ഈ പറയുന്ന നമുക്ക് നാളെ ആരൊക്കെ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അടുത്ത വർഷം ഈ ഗെറ്റ് ടുഗദർ നടത്തുവാണെങ്കിൽ ഇതിൽ എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരും ഈ പറഞ്ഞ ആൾക്കാരൊന്നും അത് ചിന്തിക്കുന്ന ഒരു പ്രായോഗിക വശത്തിൽ എത്തിയിട്ടില്ല. എന്നാലും എല്ലാവരുമായിട്ടുള്ള ഒരു അപേക്ഷയാണ്, കഴിയുന്നതും ആൾക്കാർ ഈ ബാക്കിയുള്ള ആൾക്കാർ, നമ്മളറിയാതെ ഒരുപാട് ആൾക്കാർ ഈ പല സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട്. ഇതിൽ അവരെ കൂടെ ഒക്കെ ഉൾപ്പെടുത്തി ഇത് കുറച്ചുകൂടെ വലുതാക്കി നല്ല രീതിയിൽ കുറച്ചുകൂടെ വിപുലമായിട്ട് ഈ ഗെറ്റ് ടുഗദറൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം എല്ലാവരും ചേർന്ന് ഉണ്ടാക്കണമെന്നുള്ളൊരു അപേക്ഷയുണ്ട്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ ജെയ്സന്റെ ഒറ്റയാളുടെ പ്രയത്നമാണ് ഈ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞാൽ മതി, നമ്മളെല്ലാം വരുമ്പോൾ ഇവിടെ നല്ല ഹോട്ടൽ റൂമും AC റൂമും അതുപോലെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരേ ഒരു വ്യക്തിയാണ് ശ്രീ ജെയ്സണും അതേപോലെ സേവ്യർ. ഇവരെയൊക്കെ നമുക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു കടമയുണ്ട്. അതുമാതിരി പല പ്രശ്നങ്ങളുണ്ടായിട്ടും പല സ്ഥലത്തു നിന്നും ഇവിടെ എത്തിച്ചേരാൻ സന്മനസ് കാണിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് ദൂരെ നിന്ന് പല ദിവസം യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ എല്ലാം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഈ ഫംഗ്ഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇതോടെ ഔപചാരികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എല്ലാവരും നന്ദി. താങ്ക് യു സുരേഷ്. ഉദ്ഘാടനം സംസാരിച്ച സുരേഷനെ ഏറ്റവും സ്നേഹത്തോട് നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ആശംസ പറയുകയാണ്. ആശംസ പറയുന്നതിനായി ബഹുമാനപ്പെട്ട മിസ്റ്റർ ബുദ്രാമിനെ വിളിക്കുന്നു. यहाँ जितना आदमी शामिल है सब आदमी का मेरा तरफ से नमस्कार। और हम लोग 1997 में लेम्प्रन शारजा में हम लोग को रिक्रूटमेंट हुआ था। जब से हमारा पूरा जितना भाई लोग का है इधर बैठा हुआ पूरा सुपरवाइजर सीनियर सुपरवाइजर सब हम लोग को साथ बहुत सपोर्ट किया था। हम लोग के साथ हम लोग को 18 साल लैंडमार्क में सर्विस किया। इसका मेन कारण है आप लोग को हमको जो सपोर्ट दिया था, बहुत अच्छा सपोर्ट दिया था आप लोग ने। ये 18 साल में हमको जैसे हमारा फैमिली का साथ है ऐसे मेरे को लगा था। आप लोगों के साथ काम करने का बहुत अच्छा लगा था। इसके लिए जयसन भाई ने ऐसा मैसेज में देखा था तुरंत कभी हमको ये डेट कभी आएगा, इसके लिए मैं वेट किया था कभी इतना जल्दी आएगा ये डेट। अब सबका साथ मिलके आपका साथ अभी मेरे को कितना हैप्पी हो गया आपका साथ पूरा मिलके। मैं सोचा कि नहीं मेरा ज़िंदगी में ऐसे एक दिन आएगा, लेकिन जयसन भाई ने बहुत मेहनत करके ऐसा दिन एक दिन लेके आया था।
इतना पैसा खर्चा करेगा तो भी इतना हैप्पी नहीं मिलेगा, क्योंकि अपना साथ काम किया हुआ बड़ा बड़ा आदमी सब इधर बैठा हुआ है, सबका साथ मैं भी काम किया हुआ है। आपका सबका सामने में थोड़ा छोटा है, फिर भी अच्छा हो गया मेरे को इधर बुलाया, ऐसा ही मौका दिया था। अपना पीटी साहब का साथ में बहुत दिन काम किया था, जॉन पनकर साहब, सब सुरेश साहब, सबका साथ में काम किया था। मेरे को अच्छा एक फैब्रिकेटर पोजीशन से मेरे को सुपरवाइजर पोजीशन तक लेके गया था। इसका वजह से मेरा उधर फैमिली भी अच्छा पोजीशन में, बच्चे लोग भी अच्छा पोजीशन में आ गया। मेरा बेटा LIT में इंजीनियर बन गया और मेरा बेटी, इन लोग को सब बहुत हैप्पी है। ये सब इसका कारण है अपना लैम्परल है। लैम्परल में हम लोगों को जो काम मिला था, इसका वजह से हम लोगों ने ये अच्छे पोजीशन में आया था। इसके लिए मैं जयसन भाई को, ये सब आदमी को मिलने के लिए मौका दिया था। मैं जयसन भाई को, मेरा टीम, मेरा जो आंध्रा से आया हुआ है, अप्पा राव, रामा राव, सब हमारा जो आया था आदमी पूरा, उन लोगों की तरफ से और हमारा तरफ से जयसन भाई को बहुत बहुत शुक्रिया, अच्छा मौका दिया था। ओके, थैंक यू वेरी मच, धन्यवाद। അടുത്തതായി സംസാരിക്കാനായി ബഹുമാനപ്പെട്ട കിട്ടിച്ചെറിയ അച്ചായനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കിട്ടിച്ചെറിയ അച്ചായനെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത്രയും ആൾക്കാരെ ലാംബറിൻ്റേതായി ഇവിടെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെങ്കിൽ സംഘടിപ്പിക്കാൻ തന്നെ കേസിനോടൊപ്പമുള്ള ആൾക്കാരും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചായിരിക്കണം ഇത് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇത്രയും പരിശ്രമിച്ച് ഇത്രയും ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അതിന് സന്മനസ് കാണിച്ച നമ്മൾക്ക് എല്ലാവരും അതിന് നന്ദി അറിയിക്കും. കാരണം നമ്മളെല്ലാവരും, ഞാനും രാമു പറഞ്ഞ മാതിരി 22 വർഷത്തോളം ലാംബറിൽ ജോലി ചെയ്തു. ഒരു സാധാരണ ഫാബ്രിക്കേറ്ററായിട്ട് കയറി തന്നെ ഒരു സീനിയർ സൂപ്പർവൈസറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്യുന്ന നാൾ വരെ ലാംബറിൽ നിന്ന് എനിക്ക് എല്ലാ സഹായങ്ങളും, ഞാൻ ചോദിച്ചതിൽ കൂടെ ശമ്പളവും ഒക്കെ തന്ന് എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ജോൺ പണിക്കരാണ് എന്നെ ആദ്യമായിട്ട് ചാർജുണ്ടാകുന്നത്. സുരേഷ് സാറ് എനിക്ക് നല്ല സഹായം ചെയ്തിട്ടുണ്ട്. ജേക്കബ് സാറിനെ പരിചയപ്പെടുത്തി തന്നത് സുരേഷ് സാർ. അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്താലാണ് എനിക്ക് അത്രയും വളരാൻ സാധിച്ചത്. എന്നിരുന്നാലും എൻ്റെ കടമകൾ ഞാൻ നിറവേറ്റുന്ന ഞാൻ കണക്കാക്കുന്നു. പലപ്പോഴും പലരുമായിട്ട് ദേഷ്യപ്പെടാനും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല, ജോലി സംബന്ധമായിട്ടാണ്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിൽ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കും. പിന്നെ ഇത്രയും ആൾക്കാരെ വിളിച്ച് കാണാൻ കിട്ടിയ സാഹചര്യം വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സുരേഷ് സാറും പണിക്കർ സാറും പറഞ്ഞ മാതിരി പരസ്പരമുള്ള ആ അകൽച്ചകൾ മാറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനില്ല. എത്ര നാൾ എവിടെ വെച്ച് കാണാം, എങ്ങനെ കാണാം എന്നൊന്നും ആർക്കും പറയാൻ പറ്റും. അതുകൊണ്ട് ഇനിയെങ്കിലും ലാംബർ വിട്ട് പോന്നിട്ട് 10-15 വർഷങ്ങൾ കഴിഞ്ഞ് ആന്റണി സാറൊക്കെ പോന്നിട്ട് എത്രയോ കാലങ്ങളാണ്. ഇനിയും ആ ശ്രദ്ധ വെച്ചുകൊണ്ടിരുന്നാൽ, ആ പിണക്കം ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ, ആ അകൽച്ച, അത് ശരിയായൊരു കാര്യമല്ല എന്ന് ഞാൻ പറയാം. പിന്നെ ഇതിന് നേതൃത്വം നൽകിയ ജയിച്ചനും പാർട്ടിക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി സംസാരിക്കാനായി ബഹുമാനപ്പെട്ട കാസിം കുഞ്ഞിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരമുണ്ട്. ആദരണീയമായ ഓക്കെ, നമുക്കിവിടെ മുന്നിൽ പറഞ്ഞ ആൾക്കാരെ പറയുന്ന ഒരഭിപ്രായമാണ് എനിക്കുമുള്ളത്. നമുക്ക് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണാനും
നമുക്ക് ഒരു കുടുംബം പോലെ നമ്മൾ ലാബറിൽ ജോലി ചെയ്തിരുന്നു. അത്രയും ആൾക്കാരെ കാണാൻ പറ്റിയില്ലെങ്കിലും ഇത്രയെങ്കിലും ആൾക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഷാർജ ലാബറിൽ ഒരു റിഗറായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് ഒരു പക്ഷേ എൻ്റെ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം എന്നെ ജബലാലിക്ക് പറഞ്ഞു വിട്ടു ആക്ടിങ് ചാർജൻ്റായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇട്ടിച്ചെറിയാനും ജോൺ പണിക്കർ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കേവലം ഞാൻ ചാർജൻ്റായി, ഫോർമാനായി, സൂപ്പർവൈസറായി ഒരു 10-26 വർഷം ജോലി ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ വിരമിച്ച് വരികയാണ് ചെയ്തത്. എന്തായാലും ഈ ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിലും പിന്നെ വളരെ സാഹസപ്പെട്ട് ആന്ധ്രയിൽ നിന്നും മറ്റുമൊക്കെ 3-4 പേര് വന്നിട്ടുണ്ട്. അവർക്കും എൻ്റെ ആശംസ അറിയിക്കുകയാണ്. ഇനിയും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് 2 വർഷത്തിലോ 3 വർഷത്തിലോ ഇതുപോലൊരു കൂട്ടായ്മ നടത്തണമെന്നാണ്. അതിന് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് ഈ പറഞ്ഞ ജെയ്സന് മനസ്സുണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. എൻ്റെ ആശംസ പറയുന്നു. താങ്ക് യു കാസിം ഖാൻ. അടുത്തതായി ബഹുമാനപ്പെട്ട KC വർഗീസിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞു തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ഡിസ്ട്രിക്റ്റിനും കേരളത്തിലെയും തമിഴ്നാട്ടിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനും ആന്ധ്രയിൽ നിന്നൊക്കെയും കടന്നു വന്ന എല്ലാവരോടുള്ള സ്നേഹം വലുതാണ്. അല്ലാത്ത ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അവിടെയും ഒരു യൂണിറ്റി ആയിരുന്നു. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും യൂണിറ്റ് ഉള്ളത് കൊണ്ടായിരുന്നു നമ്മുടെ വർക്കുകളൊക്കെ പ്രോപ്പറായിട്ട് തീർക്കാൻ നമുക്ക് സാധിച്ചത്. അപ്പം കമ്പനി നമ്മൾ തന്നെ ബിൽഡപ്പ് ചെയ്തു, നമ്മൾ തന്നെ അതിൻ്റെ അനുഭവം നമുക്കതിന് കിട്ടി. അപ്പം നേരത്തെയൊക്കെ പറഞ്ഞ നമ്മളൊക്കെ ഞങ്ങളൊക്കെ വരുന്നുണ്ടേ എനിക്കിപ്പോഴും ഓർമ്മയാണ്. 4000 രൂപയ്ക്ക് 4 വെഡിങ് നിമിഷം മേടിച്ചു. അത് സ്ക്രാപ്പ് ചെയ്തതായിരുന്നു. അതിട്ട് ചാച്ചായും ഒരു ഇതൊക്കെ ചെയ്ത് ടോമിക്കറിയും കുറച്ചൊക്കെ അതൊക്കെ ദിവസം നേരം വിളിക്കുന്നുടനെ വർക്കാവത്തില്ല. അത് ആൾക്കാർ മസിൽ വിളിച്ചാലും നമുക്കറിയാം ഇലക്ട്രിക് പണി എന്താ, അതിൻ്റെ കുഴപ്പങ്ങൾ, മെക്കാനിക് പണി ഇതൊക്കെ എന്താണ്, മെയിൻ്റനൻസ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ അങ്ങനെ വളരെ താഴ്ന്ന ഘടകമായ ലാമ്പുകൾ ഇത്രയും വന്ന് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലായിട്ട് ഇതിനൊക്കെ ലാഭഭൂതൻ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പറഞ്ഞ പോണൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്ക് വളരെ നല്ല നിലവാരത്തിലാണ് നമ്മൾ ഈ ദേശത്ത് വളരെ നല്ല രീതിയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ലാമ്പറിൽ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു, ഇപ്പോഴും ജീവിക്കുന്നു ഞാൻ കരുതുന്നു. പക്ഷേ ചില ആൾക്കാരെങ്കിലും അങ്ങനെ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു നാട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരു മാന്യതയുണ്ട്. കാരണം എന്തോ നമ്മൾക്ക് ഇങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടും നമ്മുടെ ഈ കുറച്ച് പൈസ ഉള്ളതുകൊണ്ടും നമ്മൾ നശിപ്പിച്ച് കളയാതെ നമ്മൾ വെച്ചതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. എല്ലാവരോടും ഇങ്ങനൊരു കൂട്ടായ്മ ഈ കൂട്ടിയത് വളരെ എഫർട്ട് എടുത്താണ്. ചിലവരെ പുറകിൽ നിന്ന് ഉപദേശം പറഞ്ഞവരുണ്ടാവാം, മുമ്പിൽ പ്രവർത്തിച്ചവരുണ്ട്. ഇത് ജെയ്സനെ സേവന്മാരെയൊക്കെ ഇന്നത്തെ ഒത്തിരി കഷ്ടപ്പെട്ടവരാണ്. അവരെയൊക്കെ നമ്മൾ എന്നും ഓർക്കും. ഇവരുടെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഒരിക്കൽ കൂടെ ഇങ്ങനൊരു കൂട്ടായ്മ നമ്മുടെ ആദ്യത്തെ കൂട്ടായ്മയാണ് ഈ ലാംബറിംഗ് ടീമിൻ്റെ വാട്സാപ്പിൻ്റെ ആദ്യത്തെ കൂട്ടായ്മയിൽ എന്നെയും വിളിച്ച് സഹകരിപ്പിച്ച് നന്ദി. അല്ല വാട്സാപ്പിൻ്റെ വാട്സാപ്പിൻ്റെ ആദ്യത്തെ കൂട്ടായ്മ അല്ലല്ല, വാട്സാപ്പ് കൂട്ടായ്മ അല്ല. അതിൻ്റെ
കോർഡിനേറ്റർ, അതിൻ്റെ ക്യാപ്റ്റൻ ജേസൺ സാറാണ്. ജേസൺ സാർ പറഞ്ഞാൽ ഞാൻ തിരുത്താം, അല്ല തിരുത്തില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒന്നാമത്തെ കൂടി ഒരു പ്രായമാണ്. സോറി സുരേഷ്. നമുക്ക് വർഷത്തിലൊരു പ്രാവശ്യം കൂടുന്നതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ആരോഗ്യമുണ്ട്. അതിന് പറഞ്ഞാൽ അടുത്ത സുരേഷ് പറഞ്ഞ അടുത്ത വർഷം നമ്മൾ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല. നമ്മളോട് ഇരിക്കേണ്ടത് 10 രൂപ എന്ന് നമ്മളിൽ നിന്ന് മറന്നു പോയത്. അപ്പം അടുത്ത ആഴ്ച നമ്മൾ എത്ര പേര് കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ തന്നെ ആയുസ് ആരോഗ്യം തരുന്നുവെങ്കിൽ അടുത്ത ആണ്ടിലും കാണാമെന്നുള്ള പ്രത്യാശയോടെ എൻ്റെ വാർത്തയെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അറീസച്ചാൻ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി മിസ്റ്റർ ജോസഫ് എടക്കാരൻ ചേട്ടന് ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക്. ലാഭങ്ങൾക്ക് നിറഞ്ഞ ആശംസകൾ. ഒരിക്കൽ കൂടി ആദ്യമായി ലാഭങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. രണ്ടാമത് ഞാൻ ആശംസ പറയുന്നത് നമ്മുടെ ജെയ്സനാണ്. കാരണം നമ്മളെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഇവിടെ ഒരു വേദി ഒരുക്കിയത് ജെയ്സനാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടായി പോയിട്ടുണ്ട്. അത് എല്ലാവരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട്. ഇതുപോലെ ജെയ്സൺ വളരെയധികം ബുദ്ധിമുട്ടിയാണ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനുള്ള അവസരം കിട്ടിയത്. അതിന് ജെയ്സന് ഞാൻ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ജെയ്സന് പ്രത്യേകം ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുകയാണ് ജെയ്സൺ. കാരണം ജെയ്സൺ ഗുരുവായ ഫുട്ബോൾ ടീമും അതിൻ്റെ ക്യാപ്റ്റൻ ജെയ്സൺ തന്നെയാണ്. അപ്പോൾ ജെയ്സൺ ഇതിന് വേണ്ടി ധാരാളം ബുദ്ധിമുട്ടിട്ടുണ്ട്. അതിനെ പ്രത്യേകം ജെയ്സനെ കുറിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ഉത്ഭവം താഴ്ന്ന നിലയിൽ നിന്നാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഗോദ്റേജ് ലോക്കിനെ പറ്റി. ഈ ഗോദ്റേജിൻ്റെ ഉത്ഭവം ഒരു ബ്ലാക്ക് സ്മിത്ത് കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ അച്ഛനും മക്കളും കൂടി ഗോദ്റേജ് കുടുംബത്തിൽ നിന്നാണ്. ഗോദ്റേജ് കുടുംബത്തിൻ്റെ ഉത്ഭവം ഒരു ബ്ലാക്ക് സ്മിത്ത് കുടുംബത്തിൽ നിന്നാണ്. അതായത് അച്ഛനും മക്കളും കൂടി കൊല്ലപ്പള്ളി ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൊല്ലപ്പള്ളി. അതിൻ്റെ തന്നെ ലോക്കുണ്ടാക്കി അതിൻ്റെ വളർച്ച ഇന്ന് ഇൻ്റർനാഷണൽ ലെവൽ വരെ വളർന്നു. അതിന് അവരുടെ കൂട്ടായ ശ്രമമാണ് ഇതിന് കാരണം. അതുപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ എല്ലാം ഒരുമിച്ച് കൂടാൻ അവസരം ഒരുക്കിയത് ലാംബ്രൽ എന്ന കമ്പനിയാണ്. സ്റ്റീഫൻ ലാംബ്രലും സഹോദരങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഒരു കമ്പനി ജോലി ചെയ്യാൻ അവസരം ഇടുകയും നിരവധി കുടുംബങ്ങൾക്ക് അത് ഒരു ജീവിതമാർഗ്ഗമായി തീരാനും ഇടയായി. അതുകൊണ്ട് ഈ അവസരത്തിൽ ആ ലാംബ്രൽ കുടുംബത്തെയും പ്രത്യേകം സ്റ്റീഫൻ ലാംബ്രൽ കുടുംബത്തെയും പ്രത്യേകം അനുസ്മരിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ 1000 രൂപ കൊടുത്ത് നമ്മുടെ ഭാഗ്യം തീർന്നു. പക്ഷേ ഇതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കിയ ജെയ്സനെ സഹായിച്ച സേവറിനും സേഫ്റ്റിയുടെ സേവറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അടുത്തതായി ഒരുപാട് ദൂരത്ത് നിന്നെത്തിയ മിസ്റ്റർ അഡാരി അപ്പ റാവു, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അഡാരി അപ്പ റാവു. सबका नमस्कार। अभी ये प्रोग्राम में कितना आदमी आया उतना आदमी को मेरा तरफ से सबको नमस्कार। अभी मैं कितना बोलने के आता था वो रामू भाई सब बोल दिया। अभी मैं 1997 में लैम्पटन में आ गया। इसी टाइम से अच्छा तरफ से मेरे को सपोर्ट दिया। सपोर्ट मतलब मेरे को काम मालूम है, देखने में बहुत छोटा है। ये कैसा रीडिंग करता है,
ये कैसे काम करते हैं, ऐसी बात है। इसी टाइम मैं पनकर का सर का साथ है उधर यार्ड का, मेरे को बहुत सपोर्ट दिया सर पनकर सर। डरना का नहीं, कुछ नहीं, अपना काम कर। ऐसे आदमी सपोर्ट मांगते हैं ना, इसे ये टीम को जिंदगी में भूलने के लिए इतना ही बोल सकते हैं। आगे कितना है, अगर अगला साल अगर वो बुलाएगा तो मैं आने के लिए तैयार है। कभी भी है ये मौका कब मिलेगा नहीं जिंदगी में। पैसा मतलब आज नहीं कल कमा सकते हैं, लेकिन ये क्या है, खानदान से बहुत ज़्यादा ये आप लोगों के साथ मिलके बहुत दिन हो गया, साल में मिलने के लिए मैं तैयार है। ओके, थैंक यू, इतना ही बोल सकते हैं। थैंक यू। താങ്ക് യു അടാരി അപ്പാറാവു. അടുത്തതായി സ്റ്റേജിലേക്ക് മിസ്റ്റർ എം വി ടോബിയെ ഏറ്റവും സ്നേഹത്തോടെ സംസ്കരിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ഇന്ത്യൻ ടീം അംഗങ്ങൾക്കും ലാബ് കമ്പനിയിലെ എല്ലാ ജോലിക്കാർക്കും എൻ്റെ ആശംസകൾ നേർന്നു. ഇവിടെ ആന്ധ്രയിൽ നിന്ന് വന്ന എല്ലാവർക്കും എൻ്റെ ആശംസ ആദ്യമായി നേരത്തെ ഇത്രയും ദൂരത്തിന് 2 ദിവസം മുന്നേ അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി അവർക്ക് പ്രത്യേക ആശംസ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലാംബറിൽ വന്നപ്പോൾ കമ്പനി വളരെ ഇവർ പറഞ്ഞത് ശരിയാണ്, എന്നാലും എൻ്റെ ഒരു ചെറിയ അനുഭവം പറയണമെന്ന് മാത്രമേ. ഞാൻ എത്തുന്ന കാലത്ത് ഒരു ഗേറ്റ് പാസ് വരെ കിട്ടാൻ അന്ന് ഭയങ്കര പാടാണ് കമ്പനിക്കാർക്ക്. അന്ന് ആ കൂടെയുള്ള നമ്മുടെ അലംബസ്കരയാണ് ഒരു വെള്ളക്കാരൻ. പുള്ളി ഇവിടുന്ന് പേരൊക്കെ കൊണ്ടുവന്ന് ഗേറ്റിൽ വന്ന് കളക്ട് ചെയ്ത് അവരെ പേര് വിളിച്ച് അവൻ പാസ് കിട്ടി വളരെ പാസ് കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈം ഓഫീസിലുള്ളത് ഒരു ഗോവക്കാരൻ ജോയൽ നമ്മുടെ എല്ലാവരെയും കമ്പനിയുടെ അവിടെ യാർഡിൻ്റെ അവിടെ നിർത്തിയിട്ട് പേര് വിളിക്കും. അപ്പോൾ നമ്മൾ കൈ പോകണം. അതാണ് അന്നത്തെ അറ്റൻഡൻസ്. അത് വിളിക്കേണ്ടത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ഗാന്ധിയെ വിളിക്കുന്നത് ഗാന്ധിവൻ വിളിക്കും, അതേമാതിരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് ആൾക്കാർ പേര് വിളിച്ചാണ് അന്ന് നമ്മളൊക്കെ അറ്റൻഡൻസ് കൊടുക്കും. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ നമുക്ക് ആകെയുള്ളത് നേരത്തെ കേസ് പറഞ്ഞ മാതിരി 2-3 വെള്ളം മെഷീനാണ് ഇലക്ട്രിക്കലിൻ്റെ ഉള്ളത്. പിന്നെയുള്ളത് ഡീസലിൻ്റെ 2-3 മെഷീൻ. എനിക്ക് മെയിൻ പണി കാലത്ത് ചെന്നാൽ ആദ്യം ഒരു ബാറ്ററിയാണ് ഇതിനുള്ളത്. ഈ ബാറ്ററി ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കും. അവിടുന്ന് ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ മെഷീൻ കൊണ്ടുവരും. അതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മെഷീൻ കൊണ്ടുപോയി ഫോർക്ലിഫ്റ്റിന് വയ്ക്കും. ആ ഫോർക്ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിയാലും നീങ്ങില്ല, ഓടിച്ചാലും നീങ്ങില്ല. അത് ഓടിക്കുന്ന ആളാണ് ഈ ഗാന്ധി. പിന്നീട് അവിടുന്ന് ഫോർക്ലിഫ്റ്റായി ഒരു ബസ് നമ്മുടെ കമ്പനിക്ക് റെന്റിനുണ്ടായിരുന്നു ആൾക്കാരെ കൊണ്ടുവരാൻ. അത് ദുബായിൽ നിന്നാണ്. അതിൽ കയറണമെങ്കിൽ ആരും പെർമിഷൻ എടുക്കും. വിത്തൗട്ട് നമ്മുടെ പുറത്തെ വിസക്കാർക്കൊന്നും അതിൽ കയറി പോകാൻ പറ്റില്ല. കമ്പനിയുടെ വിസക്കാർ അന്ന് 15 പേരാണ് ആകെ. അതിൽ എനിക്ക് ഓർമ്മയിലൊന്ന് തോമസ് കുട്ടിയച്ചായൻ, ജോർജായൻ, പിന്നെ ഗബ്രി, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ദുബായിൽ നിന്ന് അവർക്ക് വരുന്നത്. പണിക്കലുണ്ട്. ഞാൻ വരുമ്പോൾ ഇവിടെ സുരേഷ് ഉണ്ട്, കേശോറീസ് ഉണ്ട്, 10-15 കുറേ ആൾക്കാരെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഉള്ളത്. ഞാൻ അവിടുത്തെ വിസയല്ല, ഞാൻ ഔട്ട്സൈഡ് വിസയാണ്. അങ്ങനെ ഞാൻ വിസയാക്കുന്നത് 96 വിസയാക്കുന്നത്. ഞാൻ 89 ജൂൺ 6 ഞാൻ കമ്പനിയിൽ വരുന്നത്. അന്ന് നമ്മുടെ കമ്പനിക്കുള്ള മെയിൻ പണി എന്ന് പറഞ്ഞാൽ 2 റിഗിൻ്റെ പണി. പെൻറോഡ് 59 പെൻറോഡ് 57 അങ്ങനെ 2 റിഗുകൾ. അതിൽ അക്കോമഡേഷൻ്റെ പണിയാണ്. അതാണ് പണി കഴിഞ്ഞിട്ട് ഒന്ന് മുറിഞ്ഞാലും ഒന്ന് ഭീമയും ആയി പോയി. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന റിഗാണ് ഓഷിൻസ്റ്റ എന്ന് തോന്നുന്നുണ്ട്.
ഞാൻ ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ കമ്പനിയിൽ ടീം ബോയ് ആയിട്ടുള്ള ആളാണ് ഷുക്കൂർ ഭായ്. വളരെ പഴക്കമുള്ള ആളാണ്. പുള്ളി ഷാർജയല്ല ലാംപ്രൽ ജുമേരയിൽ വെച്ചിട്ടുള്ള ആളാണെന്നുണ്ട്. അത് ഒട്ടാക്കിൻ്റെ അവിടെ ആയിരുന്നു ആ കമ്പനി. അത് പിന്നെ പൊളിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം അതവിടെ ഇല്ല. അങ്ങനെ പിന്നെ ഷാർജയിൽ കഴിഞ്ഞ് പിന്നെ ഒരു നമ്മൾ കമ്പനി ലിദ്ദാഫ് തുടങ്ങി. ലിദ്ദാഫ് കഴിഞ്ഞ് ഞാൻ ജബ്ലാലി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അമേരിക്കയിൽ ഒരെണ്ണം തുടങ്ങി. ഇപ്പോൾ കമ്പനിക്ക് നല്ല പേരായി. കമ്പനി വളർന്നു, നമ്മളും വളർന്നു. നമ്മളിപ്പോൾ തിരിച്ചു പോന്നു. ഇനിയും കമ്പനിയുടെ സ്നേഹം നമ്മളാരും മറക്കാൻ പാടില്ല. കമ്പനി കൊണ്ടാണ് നമ്മൾ ഇത്രയായത്. ഇത്രയൊക്കെ എനിക്ക് കമ്പനിയെ പറ്റി എനിക്ക് അറിയുള്ളൂ. ബാക്കി നിങ്ങൾ പറഞ്ഞതെല്ലാം ഇത് തന്നെയുള്ളൂ എന്ന് ഞാൻ പറയുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും പറയാം. താങ്ക് യു ടോമി. അടുത്തതായി മിസ്റ്റർ അനിൽ കണ്ണൂർ കം ടു ദ സ്റ്റേജ് പ്ലീസ്. സംസാരിക്കാനായി അനിൽ കണ്ണൂർ. ലാംബർ ഇന്ത്യൻ ടീമിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറയേണ്ട കുറേ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇത് നമ്മൾ കുടുംബത്തിൻ്റെ കൂടെ വർഷത്തിൽ 1-2 മാസത്തേക്ക് ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അതിനേക്കാൾ കൂടെ നമ്മളെല്ലാവരും കൂടെ ജീവിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ 10 മാസം 12 മാസം. അപ്പോൾ ഇതാണ് നമ്മൾ വലിയ കുടുംബം. പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിനൊന്നും പറയാനില്ല. ഇവിടെ വന്നാൽ എല്ലാവരെയും കാണാൻ പറ്റി. അതിൽ സന്തോഷം. താങ്ക് യു അനിൽ ഭായ്. അടുത്തതായി കനകരാജ് തോമസ് പ്ലീസ്. എല്ലാവർക്കും വളരെ നന്ദിയാണ്. എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും എന്നെയും നിങ്ങളെ കൂടെ ചേർത്തതിന് നമ്മൾ ജോൺ പണിക്കർ സാർ പറഞ്ഞതുപോലെ കമ്പനിയിൽ മേടിക്കുന്ന ശമ്പളത്തിന് ട്രൂവായിട്ട് നമ്മളെല്ലാവരും അവിടെ ഫൈറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. പ്രോജക്റ്റ് സക്സസ് ആവണം ഉള്ള ഒറ്റ താത്താണ്. കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരൻ അത് വേറെ. നമ്മളെല്ലാം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും ഫ്രണ്ട്സ് ലവേഴ്സ് എല്ലാവരും ഇട്ടിട്ടാണ് ആ നാട്ടിൽ പോയി കിടന്ന് നമ്മൾ ജോലി ചെയ്തത്. ഇപ്പം എൻ്റെ മുമ്പിൽ സംസാരിച്ചാൽ മിസ്റ്റർ അനിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഫാമിലിയുടെ കൂടെ ഒന്നിച്ച് എൻ്റെ ചേട്ടൻ്റെ കൂടെ ഒന്നിച്ച് താമസിച്ചത് ഞാൻ ഒരു 14 വർഷമേ ഉള്ളൂ എൻ്റെ അനിയൻ്റെ കൂടെ. പക്ഷേ എൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തിൽ 10, 18, 20 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്തവരുടെ കൂടെയാണ് താമസിച്ചത്. അപ്പം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഹെൽത്ത് ഇഷ്യൂ വന്നാലും നമ്മൾ പ്ലസ് മൈനസ് എല്ലാം ടേക്കൻ കെയർ ചെയ്യണം നമ്മളെ കൂടെ ഉള്ളവരാണ്. ജോൺ പണിക്കറിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു പോയിന്റ് നോട്ട് ചെയ്തു. ചെറിയ ഇഷ്യൂസ് നമ്മൾ ഇത്രയും വലിയ ടീമാകുമ്പം ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒത്തിരി കൂടുതൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ ഒത്തിരി അറ്റൻഷൻ കൊടുക്കാറില്ല. ഞാൻ കുറച്ച് ബിസി ജീവിതത്തിലാണ് ഉള്ളത്. അപ്പം ഇതുതന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊണ്ട് പറ്റുന്നുള്ള മെസ്സേജുകളുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും വയസ്സിൽ മൂത്തവരാണ്. ഒരു ബ്രദർ എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ പൊളിറ്റിക്സ് അങ്ങനെ ഒന്നും അല്ല വിചാരിക്കേണ്ടത്. നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ ഇത്രയും ഏജായിട്ടുള്ളൂ. ഇന്ന് ഈ ആളിനെ നാളെ കാണാനില്ല. ഇടയ്ക്ക് നമ്മളെല്ലാവരും ഒരു കോവിഡിനെ ബേസ് ചെയ്തു. ആരും ജീവിതത്തിൽ പിന്നെ ജീവിതം ഉലകം എങ്ങനെയാണ് ഉണ്ടാവുന്ന ആർക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മളത് ക്രാസ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും തിരിച്ച് കാണാൻ പറ്റി. ഇന്നുള്ള ആൾ നാളെ ഇല്ല. ഇപ്പം മാറി നമ്മൾ എപ്പോഴും ആ ഇൻക്രിമെൻറ്റിൻ്റെ സ്റ്റോറിയും അവിടെ പ്രൊമോഷൻ കിട്ടാത്തതും അതിൻ്റെ പ്രശ്നങ്ങളും ഇതിൻ്റെ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക, ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഒന്ന് ചേരാതിരിക്കുക, അത് ഒരിക്കലും ശരിയല്ല. നമ്മൾ വലിയ മെച്ചോർഡാണ് എല്ലാവരും. അപ്പോൾ നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എല്ലാവരും ഒന്നിച്ച് മാക്സിമം പറ്റണം. അത് സാറ് പറഞ്ഞതുപോലെ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് ഓരോരോ ഡിസ്ട്രിക്റ്റിൽ ഇതേപോലെ ഒരു വ്യക്തിഗതം വയ്ക്കണം. അപ്പം ഞാൻ എഞ്ചിനീയറിംഗിൽ ഒരു ചെറിയ ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. എൻ്റെ എഞ്ചിനീയറിംഗ് നമ്മളൊരു 70 മെമ്പേഴ്സ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ജേസന്റെ സ്ട്രഗിൾ എത്രയാണെന്ന് എനിക്കറിയാം. എൻ്റെ ഗ്രൂപ്പിൽ പെട്ടെന്ന് 2-4 പിന്നെ അവരെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ച് അവരെ പഠിക്കണം. ഇങ്ങനെ വിശ്വാസം ഈ ഒരു ഗെറ്റ് ടുഗദർ തന്നെ ജേസൻ ടീം ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ചെയ്ത് ഇത്രയും പേരെ മാനേജ് ചെയ്ത് എല്ലാവരും തിങ്കിങ്ങും വേറെ തിങ്കിങ്ങാണ്.
അതെല്ലാം മാനേജ് ചെയ്ത് ഇത്രയും പേരെ ഓക്കുപൈ കൊണ്ട് ഒരിടത്ത് കൊണ്ടുവന്നത് തന്നെ വളരെ ഹാപ്പിയാണ്. ഞാൻ വന്ന ഉള്ളിലൊന്ന് എല്ലാവരെയും കണ്ടപ്പം നിറച്ചു പേർക്ക് വാക്കുകളില്ല, കണ്ണില് സന്തോഷ കണ്ണീരാണ്. എല്ലാ വർഷങ്ങൾക്ക് ശേഷം എല്ലാം മിനിമം 10 വർഷം 15 വർഷം 20 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. നമ്മളെ വർഗീസ് MC വർഗീസിനെ ഞാൻ കാണുന്നത് അറൗണ്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്ക്. പിന്നെ എല്ലാവരും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. മാക്സിമം പറ്റുന്നുള്ള വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. നമ്മളെ ഏജ് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും 40+ ആണ്. അപ്പൊ നമ്മൾ ഇനിയും പല ഗെറ്റ് ടുഗദർ ഇതേപോലെ ഒന്നിച്ച് ഹാപ്പി ആയിട്ട് കാണണം. അപ്പൊ അതിന് നിങ്ങൾ ഇയർലി അറ്റ്ലീസ്റ്റ് ഫുൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. ഹെൽത്ത് ഷുവറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ കനകരാജ്. അടുത്തതായി ഷിബു സാമുവലിനെ സ്നേഹത്തോടെ വേദിയിലിരിക്കുന്നു. ഷിബു സാമുവൽ. കുടുംബം നിറയ്ക്കുന്ന ബഹുമാനരായ ഏവർക്കും രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ ഇങ്ങനെ സദസ്സിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ദിവസമോടെ പറഞ്ഞ ദൈവത്തെ ഓർമ്മ പേരൊന്നും ഉണ്ടാകുകയാണ്. ഞാൻ പരസ്യമുണ്ടാകാം. പക്ഷെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ടപ്പോൾ രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. കാര്യം ഇൻസിയാൻ്റെ സാറിനെ ഈ സ്കൂളിക്കായി അങ്ങനെ ഇവിടെ തന്നിരുന്ന ഒത്തിരി പോയി കാണാനായിട്ടുള്ള പേര് ഉണ്ടാക്കിയതിൻ്റെ പ്രാധാന്യം ഞാൻ പ്രത്യേകിച്ച് പ്രശ്നമായിരുന്നു നൽകിയത്. ഞാൻ ID നമ്പർ പറഞ്ഞല്ലോ. നമ്മുടെ ID നമ്പർ 1 വരുന്ന അലക്ഷ്യമില്ല, 2 ബാബുരാജ്, 3 ബാലമോഹൻദാസ്, അവരെല്ലാം നമ്മളെ കൊണ്ടുപോയി. ഇന്നിവിടെ വന്നിരിക്കുന്നതിൽ നിലവിലുണ്ടായിരുന്നില്ല. 4ാമത്തെ ID നമ്പർ വന്നത് ദിലീപ് കുമാറാണ്. അദ്ദേഹം അവിടെ കുടിയേറ്റിട്ടില്ല. പിന്നെ ID നമ്പർ 100 കാസിമിന്, 500 ബാബുജാബു, 33 ഗവൺമെൻറ്റിൽ, ഇങ്ങനെ പഴയ കുറേ ആൾക്കാർ, അതോടൊപ്പം തന്നെ പുതിയ കുറേ ആൾക്കാർ, പിന്നെ ലിബറലിലുള്ള സഹോദരങ്ങൾ. എനിക്കിത് പറയാനായിട്ട് പറ്റുന്ന കാര്യം ഞാൻ ഷാർജയിൽ മാത്രമല്ല, ജില്ലയിലും കുറേ കാര്യങ്ങൾ പറഞ്ഞുണ്ട്. പിന്നെ അത് പറയുവാനായിട്ട് ഈ വലിയ പ്രസ്ഥാനം എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഈ പ്രസ്ഥാനത്തിൽ ജോലി നൽകി. ആയതിനാൽ ജില്ലയിൽ കുറേ ദിനം പുള്ളിക്കാരിയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ എല്ലാവരും കാണിച്ച മനസ്സ് ഇത്ര ദൂരമോ ഒന്നുമില്ല. പരസ്പരം വളരെ ബുദ്ധിമുട്ടി പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി മനസ്സിന് വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി അറിയിക്കും. പിന്നെ എല്ലാവരെയും പ്രത്യേകിച്ച് പേരോട് പറയുന്നില്ലെങ്കിൽ എല്ലാവരോടും വളരെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു മോഹൻചാൻ. അടുത്തായിട്ട് നമ്മുടെ സീനിയർ പേഴ്സൺ N. ദിലീപ് കുമാർ അണ്ണനാണ്. മാത്രം വരുന്നുണ്ട്. അടുത്തതായി നമ്മുടെ മിസ്റ്റർ പീറ്റർ പ്ലീസ്. പേര് ദിവസം പറഞ്ഞല്ലോ, പേര് പീറ്ററാണ്. 96 നവംബറിൽ ഒന്നാണ്. 2014 ഞാൻ തന്നെ മര്യാദയ്ക്ക് പോയി. ഇപ്പോൾ വന്ന വീട്ടിൽ ഒരാൾ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരാളെ പറഞ്ഞു വന്നു, ഒരു വീട്ടിൽ 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ തോന്നി. അതായത് ഒന്നെൻ്റെ മകൻ തന്നെ. മകൻ വർക്ക് ചെയ്തു, ലാമ്പറിൽ വർക്ക് ചെയ്തത്, സേഫ്റ്റിയിൽ വർക്ക് ചെയ്തു. അവൻ 4-5 വർഷം വർക്ക് ചെയ്ത് അവൻ പോയി, ഖത്തറിൽ പോയി. അപ്പോൾ തിരിച്ചു വന്ന്
നാട്ടിൽ തന്നെ പോയിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആളോട് ഇരിക്കൊണ്ട് പേര് മോണി. പിന്നെ എല്ലാവരെയും കാണാൻ ഇപ്പം ഞാൻ വളരെ സന്തോഷമായി, ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണത്ത് പെടണം ഈ അക്കര കാലത്ത്. ഞാൻ ജവഹർലാലിൽ പോയപ്പോൾ ഒരു 3-4 മാസം എനിക്ക് ജവഹർലാലിൽ ഒരു ക്യാബിൻ്റെ പണിക്ക് ഞാൻ കലക്ഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. ബസ്സിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്കൊരു ചെസ്റ്റ് പെയിൻ വന്നു. ചെസ്റ്റ് പെയിൻ വന്നിട്ട് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയ ഒരു ഡ്രൈവറായിരുന്നു. ഈ ആളില്ലേ ഞാൻ ഇവിടുന്ന് ഇവിടെ ഉണ്ടാവില്ല. ആ ആളെ ഞാൻ പിന്നെ കാണുന്നു. നല്ല സന്തോഷം ധരിക്കുന്നു. കൊണ്ടുപോയി ജവഹർലാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് 2 ദിവസം കിടന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് കണ്ടെങ്കിൽ വളരെ പറ്റും. പിന്നെ എല്ലാവരെയും കണ്ട് ചാക്കോച്ചനെ എല്ലാവരെയും പഠിക്കുന്ന സാറ് സുരേഷ് സാറ് ജയ്സാർ പ്രത്യേകിച്ച് അത് ഇതിന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ഒരു ബിൽഡിങ്ങിൽ താമസിച്ചാൽ വേറെ പറയാൻ സന്തോഷം എത്രയേ ഉള്ളൂ. വളരെ സന്തോഷം. ഈ ആശംസ പറയുന്നത് അവരവരുടെ അനുഭവങ്ങളാണ്. എല്ലാവരും അത് കേൾക്കണം. കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. ആളിൽ സംസാരം ഒഴിവാക്കുക. അതുപോലെ തന്നെ പുറത്തൊരു വിഭാഗം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ സ്റ്റേജിലേക്ക് തന്നെ കടന്നു വരണം പ്ലീസ്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത പ്രോഗ്രാം ആരും അതൊരു നിസ്സാരവൽക്കരിക്കരുത്. ഒരു 10-12 പേരോളം പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്ന സമയമുണ്ട്. ഈ ഒരു അനുഭവങ്ങൾ ഗ്രാമത്തിൽ ജോലി ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ അവരോട് പറയുമ്പോൾ നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അടുത്തതായി മിസ്റ്റർ ബാബു ചാക്കോ. മിസ്റ്റർ ബാബു ചാക്കോ പ്ലീസ്. Dr. Abraham Yohanan. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ വന്ന കൂട്ടുകാരെയൊക്കെ കാണുവാനും അവരുമായി സംസാരിക്കാനും ഇപ്പോൾ ഈ അവസരം ഒരുക്കി തന്ന ജയ്സന് വേണ്ടി ഞാൻ 1000 സ്തുതികൾ അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത് ജയ്സൻ്റെ ഒരാളുടെ കഴിവാണ്. ആ കൂട്ടായ്മയിലൊക്കെ തുടക്കത്തിൽ ഞങ്ങൾ കുറേ പേരെ ഉള്ളായിരുന്നു, 10-15 പേരെ ഉള്ളായിരുന്നു. അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അതിൽ നിന്നൊക്കെ പുറകോട്ട് പോയവരുണ്ട്. ആ തുടക്കത്തിലുള്ള ആൾക്കാരെ തന്നെ ഇവിടെ എനിക്കിപ്പം കാണാൻ സാധിക്കും. പുതിയ ഈ ആൾക്കാരാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ കൂടുതലായി കാണുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്ന് കാണുവാനുള്ള അവസരം ഒരുക്കി തന്നതിനെ ഓർത്ത് സ്തുതിക്കും. ഇത് ആദ്യത്തെ കൂട്ടായ്മയല്ല, ഇത് 2000ത്തെ കൂട്ടായ്മയാണ്. ആദ്യം ആലപ്പുഴ വെച്ചൊരു ബോട്ട് സർവീസിൽ കൂടെ എല്ലാവർക്കും കൂടുവാനും അതിൽ സന്തോഷിക്കുവാനും സാധിക്കും. ഇത് അന്ന് ജയ്സൺ പറഞ്ഞാണ് നമുക്ക് വീണ്ടും ഒരു കൂട്ടായ്മ രൂപീകരിക്കണം. അങ്ങനെ ഈ ഒരു അവസരം ജയ്സൺ ഒരുക്കി തന്നത് ഈ പഴയ ഒരുപാട് ആൾക്കാരെ കാണുവാനും അവരുമായിട്ട് സംസാരിക്കാനും. എത്രയോ വർഷങ്ങൾ MC ആൻ്റണിയൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ട ഉള്ള ഓർമ്മയെ എനിക്കുള്ളത്. അതിന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കൂടെയുള്ള കാണുവാനും ബന്ധപ്പെടാനും സാധിക്കാത്ത പലരെയും അവിടെ വെച്ച് കാണുവാനും സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ജയ്സൺ ഒരുപാട് ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കും. പലരെയും
പലവിധമായ വിഷയങ്ങളും സംസാരങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അതിനെയൊക്കെ അവരോട് ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോയതിനെ ഓർത്ത് ജയിച്ചത് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ കൂട്ടായ്മ തുടർന്നും നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വലിയൊരു അഭ്യർത്ഥനയുണ്ട്. അത് വർഷത്തോറും ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. ഈ കൂട്ടായ്മയിൽ തന്നെ ഈ കൂട്ടായ്മയിൽ എൻ്റെ അനുഭവത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 300ഓളം ആൾക്കാർ ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ട്. ഒരുപാട് പേര് ഞാൻ അറിയുന്ന ഒരുപാട് പേര് ഈ കൂട്ടായ്മയിൽ തന്നെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റുള്ള എൻ്റെ അറിവിൽ ലാബറിൽ വർക്ക് ചെയ്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ 10-15 പേരോളം ഈ കൂട്ടായ്മയിൽ ഞാൻ കാണും. അതേപോലെ ഓരോരോ ഡിസ്ട്രിക്റ്റിലും ഒരുപാട് പേരുണ്ട് ഇതിൽ സംബന്ധിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെല്ലാം ഇനി അടുത്ത ഒരു കൂട്ടായ്മയിൽ അവരെ സംഘടിപ്പിക്കുവാനും എല്ലാവരെയും കാണുവാനുമുള്ള ഒരു അവസരം ഒരുക്കണം എന്ന് മറ്റുള്ളവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരമേ നമുക്ക് കിട്ടൂ ജീവിതത്തിൽ. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടോ ഉണ്ടാക്കി വെച്ചിട്ടോ ഒരു കാര്യമില്ല. ദേവസ്യ ആചാര്യങ്ങളൊക്കെ കാണുമെന്ന് ഞാനെൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് ഇന്ന് ഈ കണ്ണൂരിൽ കാണുന്ന ജോസഫ് ഇവരെയൊക്കെ മനസ്സുകളിൽ നിന്ന് മറന്നുപോയ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ഈ കൂട്ടായ്മയിൽ കാണുന്നുണ്ട്. അതാണ് എനിക്കൊരു അത്ഭുതം. MC ആന്റണിയൊക്കെ ഞാൻ മറന്നുപോയി. ഇവിടെ വന്നപ്പോഴും കണ്ടപ്പോഴും എനിക്ക് ഓർമ്മ വന്നില്ല. പക്ഷേ പിന്നീടാണ് അന്നത്തെ ആ ഷേപ്പേ മാറിപ്പോയി. ആളുടെ മാറിപ്പോയതല്ല, അന്ന് മുടിയൊക്കെ വളർത്തി ഇപ്പിയെ പോലൊക്കെ നടക്കുമായിരുന്നു. അതേ ലാഭത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അനുഭവത്തിലൊക്കെ ഉള്ള ജോലി ചെയ്യുന്നത് സമയങ്ങളിൽ ലാഭങ്ങളിലൊന്നും ഒന്നുമില്ലായിരുന്നു. ഈ മനുഷ്യനൊക്കെ സുരേഷ്, അതുപോലെ തന്നെ മെൽവന്, ഇങ്ങനെയുള്ള സൂപ്പർവൈസർമാരെ ഞങ്ങൾ റിഗിൽ നിന്നും ചെയിൻ ബ്ലോക്ക്, റിഗുകാരുടെ ചെയിൻ ബ്ലോക്ക് മിഷനും വരെ മോഷ്ടിച്ച് ലാഭങ്ങളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. റിഗിൻ്റെ മെറ്റീരിയൽ മോഷ്ടിച്ച് ഞങ്ങൾ ലാഭങ്ങളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പണി ചെയ്ത് വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമാണ് ലാംബർട്ട്. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. സ്റ്റീഫൻ ലാംബർട്ടിനെയും അതേപോലെ തന്നെ മരിച്ചുപോയ അലക്സാറിനെയൊക്കെ, അലക്സാറിനെ ബസ്സിൽ പിടിക്കും, അതൊക്കെ വേറൊരു വിഷയം, ജോലി സംബന്ധമായ കാര്യമാണ്. എന്നാലും അങ്ങയുടെ മനസ്സിൽ ഒരുപാട് പേരെ അയാൾ ഉയർത്തിയെടുത്തു, ഒരുപാട് പേരെ ഉയർത്തി ഈ നിലയിലൊക്കെ എത്തിച്ചു. എത്ര ഒരിക്കലും ലാഭത്തെ മറക്കാൻ പറ്റില്ല. സമ്പാദ്യമല്ല വലുത്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കൂടുതലായി സംസാരിക്കാനൊന്നുമില്ല. ഈ വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി തോമസ് ജോസഫ് പ്ലീസ്. തോമസ് ജോസഫ്. सबको मेरा शुक्रिया अदा करता हूँ। जगलेली लाम्बरा डिवीजन में मेरा नाम है थॉमस जोसेफ। मेरा नाम है थॉमस जोसेफ। सबको एक बार शुक्रिया अदा करता हूँ। अभी हम लोग इस तरह का एक मीटिंग इधर अपना जैसन भाई से आए दिया। आप लोग इससे पहले सब लोग टोटल दिया है मलयालम में, कुछ अलग तरीके से टोटल करना मैं चाहता हूँ। क्योंकि अपना आंध्रा से और कर्नाटक से ऐसे हम लोग उधर काम करते हैं तो हम लोग मोस्टली हिंदी में यूज़ करते हैं।
तो सबको मालूम होने के लिए हमको अपने जैसन भाई से एक मौका दिया है, उसके लिए हम उसको स्पेशली शुक्रिया अदा करता हूँ। मेरे से पहले इधर लोग जो कह भी गया, आप सब सुन भी गया, आप लोगों को सबको मालूम है, अपना अपना एक्सपीरियंस बता के गया। हमको अपना एक्सपीरियंस नहीं है, तो लोग काफ़ी एक्सपीरियंस वाला आदमी से बात हम लोग सुना रहे हैं। हम भी लेकिन इतना बड़ा कंपनी में एक छोटा सा रोल ऊपर वाला का मेहरबानी से एक आदमी का नाम करके बोलना अच्छा नहीं लगता, क्योंकि सबको आप सबको हमको मदद किया है। इस वजह से एक वो आदमी को हाईलाइट करेगा तो हमको लगता है वो अच्छा नहीं, बाकी सबको थोड़ा सा मैं सोचता हूँ। इसीलिए सबको कोई इसमें से जितना ज़्यादा आदमी को जानता है, शारदा भी नहीं काम किया है, लेकिन आप लोग शारदा वाला मोस्टली जानते नहीं हैं। जबरेली बात था, हम बड़ा सा काम किया है। अभी अपना आंध्रा वाला आया है, कर्नाटक से आदमी आया है, अपना लोग वगैरह इसको मीटिंग के लिए आया है। एक एक आदमी को नाम लेके बोलना चाहता हूँ, एक बार और शुक्रिया अदा करता हूँ। अभी इस तरह का एक मीटिंग हम लोग अपने जैसे भाई कितना मेहनत किया होगा, आप लोग सोचते नहीं होंगे। कोई छोटा सा एक फंक्शन करने के लिए कितना मेहनत होता है, अपना घर में छोटा सा एक फंक्शन के लिए कितना मेहनत करना पड़ता है। यदि एक आदमी को हम लोग टेलीफोन बोलेगा तो बोलेगा, और पहले ने तो वो अपने घर में जाके बुलाया, हमको तो बुलाया नहीं, वो तो फोन से बुलाया। ऐसे छोटी छोटी बातों में आप लोग जो है कि नहीं हो जाता है। अपना अपन के साथ में बोला, हम लोग काम करता तो कुछ न कुछ बोलना पड़ता है। अभी मेरा ऊपर वाला हमको भी सुना था, हम भी हमारे नीचे वाला को सुनाता था। तो ऐसे होता है, और ड्यूटी का एक तरफ का कार्रवाई ऐसा करना पड़ता है। जैसे उस तरह का कार्रवाई नहीं करता तो फिर हम लोग से वो जगह पे जो खड़ा है उसको जैसे हटा के दूसरा को उधर शामिल करें। इसलिए अपना अपना जगह में रहने के लिए कोशिश करने के लिए इस तरह करना पड़ता है, और सब ऐसे होता है। बड़ा कंपनी में हम लोग काम किया, बड़ा कंपनी बोलेगा तो हम लोग जिस कंपनी का अंदर में काम करता तो वो कंपनी का बड़ाई हम लोग समझता नहीं। हम लोग बड़ा कंपनी में काम किया, वो हम लोग कंपनी छोड़ के आया, नहीं तो कंपनी का बाहर हम गया, तब हम लोग मालूम पड़ता है हाँ हम बड़ा कंपनी में काम किया। और इतना बड़ा कंपनी में हमको भी एक छोटा पार्ट मिला, वो छोटा सा पार्ट लेके हम बड़ा बन गए। हम लोग से भी ज़्यादा बड़ा कंपनी भी बन गया, लेकिन वो बड़ा कंपनी में अभी पुराना वाला आदमी लोग तो कितना मेहनत लेके बस बनाया, रहने को जगह मिलाया, वो सब होने के बाद में हम लोग आए, हम जैसे लोग आए। तब थोड़ा बहुत सुविधा पुराना लोग करने के बाद में हम लोग आए, इसलिए थोड़ा बहुत अच्छा जगह पे हम लोग मिल गया। ऐसे सावधान में चलते रहेंगे। ये बड़ा कंपनी बोलेगा तो बड़ा कंपनी में हम काम किया बोल के हमको खुद एक दिन मालूम पड़ा कि हम रेली में रहता था। तो सुबह प्लीज हम लोगों को बोर लगता तो फिर हम चुप करेगा, ज़्यादा लगता तो कंपनी है काम करता। तो जबलेरी में चाय पीने के जाने के टाइम में एक आदमी तोड़ते हुए हम थे, तब वो आदमी को ढाका, वो तो दूसरा कंपनी का आदमी था। वो लोग 4-5 आदमी हम अकेला था, वो लोग 4-5 आदमी हमको घेर लिए, बोलता तुम कौन है? वो तो कंपनी का नहीं है ना तुम्हारा, तुम कौन सा कंपनी का काम करता है? ऐसा सब हमको पूछने लगा। हम बोला हम दिल्ली में काम करता है फैलाने कंपनी में। तब तो वो बोला आप फैलाने कंपनी में काम करता है? जी हाँ। तब तो वो लोग शांत हो गए। कैसे मान लीजिए हमको मालूम नहीं, जब ये रामरा में काम करता है बोलता तो वो लोग शांत हो गया। उधर हम दोबारा से मिला तो हमसे पूछने लगा साहब
आपको तो हमको रिकमेंड करते हैं, बोला देखे। जब मेरे कहने का मतलब यह था कि वो तो अलग टाइप का एक्सपीरियंस रहा। हम लामपराई में काम करता है बोल के उन लोग को कुछ अधिक रेस्पेक्ट दिया, अधिक रेस्पेक्ट हमको उधर से मिला। इसलिए अभी आप लोगों को मालूम होगा, आप लोग सब बड़ा बड़ा पोस्ट में काम करके आया वाला था। ये कंपनी में हम लोग काम करके हम लोग भी आगे बढ़ गए, कंपनी भी आगे बढ़ गए। मेरे आगे ऐसे भाषण देने वाला पूरा यही बोल रहा है। अभी मेरा कहने का मतलब यही है कि हम लोग कितने खुशी से अभी इधर है। अभी हमसे भी बड़ा पढ़ा लिखने वाला आदमी, हमसे भी ताकत वाला आदमी, सब इतना जगह पहुँचा नहीं। तो किसी को इतना मौका नहीं मिला है। हमको मालूम है, हमको हम इंडिया में 12 साल काम करके फिर सऊदी में आया, सऊदी से फिर हम इधर दुबई में, उधर से फिर हम इसलिए वीसा लेके यहाँ में आए। लोग अभी भी हमको मालूम है, मेरा साथ में इंडियन कंस्ट्रक्शन साइट में काम किया वाला आदमी अभी भी गरीबी रह गए। हमको ये चांस मिल गया बोल के ऊपर वाला का मेहरबानी से, मेरा कार्रवाई का अनुसार हमको फल दिया है। हमको 2 बेटा है, दोनों को इंजीनियरिंग पढ़ाया मैंने। वो लोग बड़ा बेटा तो कैनेडा में, उसको फैमिली का साथ में, छोटा बेटा तो उसका फैमिली का साथ में 4 नाम से। इसलिए हम परिवार को थैंक्स बोलता है। आपको आप लोगों को एक एक आदमी का नाम दे हम शुक्रिया बोलता हूँ। जैसन भाई को इस तरह का काम आगे भी करने के लिए मोटिवेशन देना हम लोग का काम। अपना पणकर साहब ने कहा अभी जैसन जो पार्टी मेंबर है, पार्टी सेक्रेटरी है, तो अपना इसी का ही सेक्रेटरी बन जाए, उसको और आगे बढ़ने को आशीर्वाद करें। आपको सबको शुक्रिया अदा करता हूँ। थैंक यू वेरी मच। പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് 3 പേരും കൂടി സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 മണിക്ക് ലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ 3 പേരോട് നമുക്ക് ആശംസ പറഞ്ഞ പ്രകാരം പറയാനുണ്ട്. അതിനുശേഷം ആർക്കെങ്കിലും ആശംസ പറയാനുണ്ടെങ്കിൽ ധൈര്യമായി കടന്നു വന്ന് നമ്മളെ ആക്കിയ ഈ കമ്പനിയോടുള്ള കടപ്പാട് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. അടുത്തതായി ഇവിടെ സംസാരിക്കാൻ വരുന്നത് നമ്മുടെ റെജി ഉമ്മനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. റെജി ഉമ്മൻ പ്ലീസ്. ഒന്നേ വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. എനിക്ക് ഒരു അവസരം തന്നാൽ ജേഷനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മൾ എത്രയോ വർഷം ഒരുമിച്ച് ലാബറൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചു. വീണ്ടും നമുക്കിവിടെ ഒന്നിച്ച് ചേരാൻ സാധിച്ചു. ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ടൊക്കെ ലാബറിലൊക്കെ വന്ന് സുരേന്ദ്രൻ എൻ്റെ ബ്രദറിനൊരു കടയുണ്ട്, അവിടെ വന്ന് ഇപ്പോൾ ലാബറിൽ ആളിനെ എടുക്കുന്നുണ്ട്. ഈ പോകുന്നതിൽ അവിടെ നിന്ന് പോയാൽ ചിലപ്പോൾ ആളിനെ അവിടെ എടുക്കാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രൻ ഭായിയോടാണെന്നറിയില്ല. പ്രത്യേകിച്ച് നന്ദി പ്രത്യേകം സുരേന്ദ്രൻ ഭായിയോട് അറിയിക്കുകയാണ്. കാരണം അന്ന് നമ്മൾ വന്ന വഴി മറക്കരുത്. കാരണം ഒരു തുടക്കം ഇട്ടതാണ് നമ്മളെപ്പോഴും നമ്മളെ ആക്കുന്നത്. അത് നമ്മൾ മറക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു വിഷയം. എത്രയോ വർഷം നമ്മളവിടെ ജോലി ചെയ്തു. അല്ല, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഓർത്താണ്, നമ്മുടെ യാർഡിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മുടെ ആ ഷൂവിൽ നിന്ന് നമ്മുടെ വേർപ്പ് എത്രമാത്രം ഒഴുകി കളഞ്ഞിട്ടുണ്ടെന്ന് ഓർത്താറ്. എത്രയോ നാളുകൾ, ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ഷൂ അഴിച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ വേർപ്പ് നമ്മൾ ഒഴുകി കളഞ്ഞിട്ടുണ്ടെന്ന് ഓർത്താൽ നമ്മുടെ ലാബറിൽ ജോലി ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മളാക്കിയത് നമ്മുടെ പ്രവർത്തന ഫലങ്ങളും നമ്മുടെ ആ ജോലിയോടുള്ള
ആത്മാർത്ഥത്തോടാണ് അത്രയും വർഷങ്ങൾ നമ്മളവിടെ ജോലി ചെയ്യാൻ സാധിച്ചത്. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചോളം അവിടെ ഒരു ജോലിയിൽ തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളായിരുന്നു. കാരണം ഇപ്പോൾ ഇലക്ട്രിക്കൽ സെക്ഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ സമയങ്ങളിലൊക്കെ ഒരു സാധനം നമുക്ക് ഷിപ്പ് ചെയ്യണമെങ്കിൽ ഫോർക്വീലിൻ്റെ സാധനം വേണം, എന്തെങ്കിലും ഒരു ആംഗിളോ അല്ലെങ്കിൽ പൈപ്പോ ഒക്കെ ജോയിൻ്റ് എടുക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ അത് ഫാബ്രിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെൽഡിങ് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മെക്കാനിക്കൽ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മുകളിൽ നിന്നുള്ള ഓർഡർ പറഞ്ഞാൽ ഇപ്പോൾ അത് കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ റെഡിയാക്കുന്നുണ്ട്. ചിലപ്പോൾ എത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം റെഡിയാക്കിയിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമുക്ക് ആ സമയങ്ങളിൽ കിട്ടിയ ആ സമയത്ത് നമുക്ക് വേണ്ടുന്ന സമയത്ത് ഉള്ള സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ ജോലികളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എന്നെ ആ അത്രയും വർഷം അവിടെ നിർത്തുവാൻ സാധിച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഭാഗമാണ്. എൻ്റെ ഏകദേശം 22 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ മേലുദ്യോഗസ്ഥരായിട്ടുള്ള ദിലീപുണ്ട്, KC ഓഫീസറുണ്ട്, സെക്ഷനിൽ നിന്ന് 2-3 പേരാണ്, ടോമി, അനിൽ, രാജ്യമൊക്കെ ഞങ്ങൾക്കാരാണ് സെക്ഷനിൽ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കാൻ. എൻ്റെ വീട്ടിൽ കാരണം ലാംബൽ എന്ന് പറയുന്ന കമ്പനിയാണ് എന്നെ ഞാനാക്കിയാൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ പോകും അല്ലെങ്കിൽ നശിച്ചു പോകുന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിലും നമ്മളെ അവിടെ നിർത്തിയത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മളെ നിർത്തിയ ലാംബൽ എന്ന് പറയുന്ന ഒരു കമ്പനി. എൻ്റെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, എല്ലാവരും രണ്ടായി ബോർഡ് വെച്ചിരിക്കുന്നു. കാരണം ബോർഡ് വെച്ചിരിക്കുന്ന ലാംബറൽ കുട്ടൻവേട് എന്നാണ് എൻ്റെ വീടിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാംബറൽ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ഇത്രയും വർഷം ജീവിച്ചു, അതിലൊരു നല്ലൊരു ഭാഗം ലാംബറലായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എനിക്കെന്തെങ്കിലും സമ്പാദ്യങ്ങളുള്ളത് എവിടെയാണ് ഇപ്പോഴും ലാംബറിലായിരുന്നു ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ലാംബറിലായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു കമ്പനി. കാരണം സമയത്ത് നമുക്ക് ശമ്പളം തരുന്ന, ആ കാലത്തൊക്കെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു സമയത്ത് ശമ്പളം തരുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. കാരണം കൂടുതൽ ഓവർ ടൈം ഉള്ളത്. നമ്മളൊക്കെ എൻ്റെ ചില ജോലികളിലൊക്കെ രാത്രി 2 മണി വരെയൊക്കെ ജോലി ചെയ്ത് വീട്ടിൽ നിന്ന് പോയിട്ട്, കാരണം പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിറ്റേ നമുക്ക് ലീവ് കഴിക്കും വരും. അതുകൊണ്ട് 2 മണി വരെ ജോലി ചെയ്തിട്ട് വീണ്ടും രാവിലെ 6 മണിക്ക് എണീറ്റ് വന്നിട്ടുള്ള എത്രയോ പ്രോജക്റ്റുകൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ശാരീരികമായിട്ടൊക്കെ അസ്വസ്ഥ വന്ന് ഞാൻ വീണ്ടും എനിക്ക് കമ്പനി ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഇലക്ട്രിക്കൽ സ്റ്റോറിലേക്ക് മാറി. അത് കഴിഞ്ഞ് എത്രയോ വർഷം എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരോടും നമ്മളോടും അല്ല അന്ന് ഭാഗത്തായിരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മിസ്റ്റർ റജി. അടുത്തതായി സംസാരിക്കാനായിട്ട് മിസ്റ്റർ ജിജോ ജേക്കബിനെ അധ്യക്ഷനായിട്ടോടെ ക്ഷണിക്കുന്നു. നമസ്കാരമുണ്ട് എല്ലാവരോടും. ഞാൻ പറയാനുള്ളത് ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്, ദൈവത്തെ അതിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ നോക്കുമെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡേയിൽ എവിടെയും കിട്ടിയ നമ്മുടെ മെമ്മറി കൂടത്തെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഗുഡ് മോർണിംഗ് എന്ന് മാത്രം എന്താണ് പോകും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ എവിടെ കിട്ടുന്ന സാധനം എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല. പിന്നെ ആന്ധ്രക്കാരും പിന്നെ കർണാടകക്കാരൊക്കെ വന്നു. ഞാൻ വന്നത് ദുബായിൽ നിന്നാണ് ഇന്നലെ വന്നത്. എന്നെപ്പറ്റി ആരും പറഞ്ഞില്ല. പിന്നെ എൻ്റെ വേറൊരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ ജബലാലി ഫീസോണിൻ്റെ അകത്ത് ബിൽഹിന്ദി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അത് ഏകദേശം 14-15 ഹോട്ടലുണ്ട്. ആ പുള്ളിക്കാരനെ ആക്സിഡൻ്റ് ആയിട്ടാണ് വിളിച്ചത്. പിന്നെ ബിലീവേഴ്സിൻ്റെ മുതലാളി KPF പുള്ളിക്കാരൻ്റെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. പുള്ളിക്കാരൻ രക്തം വാങ്ങാൻ വെച്ചത്. പിന്നെ നമ്മുടെ ഗോപി ചമ്മണ്ണൂർ പുള്ളിക്കാരന് അങ്ങോട്ട് കാലെ പിടിച്ച് പറഞ്ഞു എന്നൊന്ന് ജയിലിൽ ഒന്ന് കിടക്കും, ഒരു ദിവസം ഞാൻ അനുഭവിക്കട്ടെ. അങ്ങേരെ പിടിച്ച് ജയിലിൽ. അപ്പോൾ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പൈസ ചിലവാക്കാൻ പഠിക്കണം.
അത്രയേ ഉള്ളൂ. നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു അഭിപ്രായം പറയുന്നത്, നമ്മളിപ്പം ഏകദേശം നമ്മുടെ യോഹനച്ചൻ പറഞ്ഞ മാതിരി 100 പറഞ്ഞു, അത്രയൊന്നുമില്ല, ഏകദേശം 190 പേരേ ഉള്ളൂ നമ്മുടെ ഗ്രൂപ്പിനകത്ത്. ഒരാൾ എങ്ങനെയെങ്കിലും ഒരു 1000 രൂപ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും സഹായപ്പെടുമെങ്കിൽ ഞാൻ കൊടുക്കണം. നമ്മുടെ ഒരു സംഭാവനയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചെയ്ത് നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്തതായി മിസ്റ്റർ തോമസ് സ്റ്റാൻലി. ഈ വേദിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ലാഭൻ്റെ അനുഭവങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെ വിട്ട് പറയാൻ മാത്രം എനിക്കൊന്നുമില്ല. കാരണം എല്ലാവരും അറിയാവുന്ന കാര്യം അവരവരുടെ ഓർമ്മകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എല്ലാവരും പറഞ്ഞു. ലാഭമുള്ള കാര്യം എല്ലാവരും പറഞ്ഞത് 2011 ലാഭം വിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ പോയത് ആദ്യം എസ്റ്റിലാണ്. അപ്പോൾ ലാഭൻ്റെ പേര് പറഞ്ഞത് തന്നെ അവർ നല്ലൊരു റെസ്പെക്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. കാരണം ലാഭം പറഞ്ഞ ആൾക്കാരൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവിടെ എസ്റ്റേബിളെ സൈറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ആൾക്കാർ ലാഭത്തിൻ്റെ ജോലി വ്യക്തികളാണ്. അത് നല്ലൊരു റെസ്പെക്റ്റ് നമുക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വിട്ട് ഞാൻ സൈറ്റിൽ പോയി. അവിടെ ലാഭയുടെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ തന്നെ വേറെ കൂടുതൽ എൻജോയ് ചോദ്യങ്ങളോ ക്വസ്റ്റ്യൻസൊന്നും ഉണ്ടായില്ല. ടോട്ടലിൽ പോയിരുന്നു, സൂപ്പറിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ലാഭറിൻ്റെ പേര് പുറത്ത് നല്ലൊരു പേരുണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് പുറത്ത് പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ലാഭറിൻ്റെ പേര് ലാഭർ ദുബായിൽ മാത്രമല്ല വേൾഡ് വൈഡായിട്ട് ഈ പേര് അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാവരും അതിൻ്റെ വശത്ത് നമുക്ക് പേരിൻ്റെ പോയാലും അറിയാൻ പറ്റും. പിന്നെ എല്ലാവരും എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ചിന്തിക്കുന്നില്ല. കാരണം എല്ലാവരും ഇഷ്ടം കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതിനെ കുറിച്ചൊന്നും നമസ്കാരം. അടുത്തതായി നാം സംസാരിക്കാൻ പോകുന്നത് മിസ്റ്റർ സൂര്യനാരായണനാണ്. സൂര്യനാരായണന് ശേഷം ആദ്യം താല്പര്യമെങ്കിൽ നമ്മുടെ ആശംസ ബഹുമാനപ്പെട്ട പത്രവചനുണ്ട്. സൂര്യനാരായണൻ ആദ്യം വിളിക്കുന്നു. സൂര്യനാരായണ പ്ലീസ്. ഓക്കെ, പ്ലീസ് പത്രവചൻ പ്ലീസ് കം ടു സ്റ്റേജ്. ലാമ്പറിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ ഓരോ കടമ്പകളും കഴിഞ്ഞാണ് ഈ പ്രായത്തിലെത്തിയത്. അപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ ബേസ് വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പനി, 2 കമ്പനി, 1 രാജ്യം, 2 രാജ്യം, 3 രാജ്യം, എത്തിത്തന്നെ 4 രാജ്യം, ഇങ്ങനെ പലയിടത്തും നമ്മൾ ചാടി സാമ്പത്തികം ഉണ്ടാക്കി ജീവിതചര്യകൾ മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരുപാട് സർക്കസുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ലാമ്പറിൻ്റെ പ്രത്യേകത ടൈം കീപ്പിംഗ് ആണ്, പഞ്ച്വാലിറ്റിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തരുന്ന വേതനം ഒരു ദിവസം മാറാതെ കാത്തു സൂക്ഷിക്കാനുള്ള അഡ്മിനിസ്ട്രേഷൻ ലാമ്പറിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സമ്പത്ത് നേടിത്തരുന്നതിന് വേണ്ട ജോലി സമാഹരിച്ചു കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ പിന്നിലുണ്ടെന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. അപ്പൊ അത് വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതവും വഴിമുട്ടും. അതല്ലേ എൻ്റെ യാഥാർത്ഥ്യം. അപ്പൊ നമ്മുടെ പിന്നിൽ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം നമ്മൾ ഈ പ്രോത്സാഹനം എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് വർക്കാണ്. സാമ്പത്തികം അല്ലെങ്കിൽ കിട്ടുന്ന ആനുകൂല്യത്തിൻ്റെ ബേസ് അളന്നു നോക്കാതെ ജോലി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുതലാളി എന്ന് പറയുന്ന നമ്മുടെ ദാതാവ് അദ്ദേഹത്തിന് കൂടുതൽ കാശ്
ഇൻകം ഉണ്ടാവും. അതനുസരിച്ച് എബിലിറ്റി നോക്കി, കഴിവ് നോക്കി അവനവന് കൊടുക്കാനുള്ള തുക, ബോണസോ ഇൻക്രിമെൻറ്റോ ഗ്രാറ്റുവിറ്റിയോ ഏത് ബേസിൽ അളന്നാലും നമുക്ക് കിട്ടും എന്നുള്ള വസ്തുതയാണ്. അത് മറക്കണ്ടായിരുന്നു. അപ്പൊ യാഥാർത്ഥ്യങ്ങൾ അതാണ്. അങ്ങനെ നമ്മുടെ ദാതാവ് കോടീശ്വരനായിരിക്കാം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കോടികൾ കണക്കൂട്ടുന്ന ആളായിരിക്കാം. പക്ഷെ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ യൂണിറ്റിയാണ് അവരുടെ പുരോഗതി. നമ്മൾ സഹകരിച്ച് നിൽക്കുമ്പോഴേ അവർക്ക് അതിൻ്റെ ഗുണം, അതിൻ്റെ ബെനിഫിറ്റ് വലിയ സാധ്യത നേടുന്നവരെ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജോലി കൊണ്ടുവരുന്നവർക്ക് കൊടുക്കുന്ന ആനുപാതികമായ ശമ്പളം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ പോർഷൻ ലാഭത്തിൻ്റെ. അപ്പം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ വഴിമുട്ടും. അപ്പം നമ്മളെ എല്ലാം നിലനിർത്തിയത് ആ രീതിയിലാണ്. അപ്പം ആ പേരിന് ആധാരം എന്ന് പറയുന്നത് സ്റ്റീഫൻ ലാംബർ തുടങ്ങി വെച്ച എൻ്റെ ഓർമ്മയാണ്. എനിക്ക് അതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ. അപ്പം സ്റ്റീഫൻ ലാംബറിൻ്റെ പേരാണ് ലാംബർ. അതിന് മുമ്പേ ജ്യേഷ്ഠനോ ആരും ഉണ്ടെന്ന് എനിക്കറിയാം. അല്ലല്ല. അപ്പം ലാംബർ എന്ന വീട്ടുപേരോ അല്ലെ കുടുംബപ്പേരോ അല്ലെ സ്ഥാനപ്പേരോ നമ്മളിന്ന് ചുമക്കുകയാണ്, അല്ലേ? ഇതാ ബാക്കി നോക്കി, എന്താണ് അതിൻ്റെ എംബ്ലം? ഇത് നമ്മുടെ തന്നെ ഒരു കുഞ്ഞ് പയ്യൻ ഡിസൈൻ ചെയ്തെടുത്തതാണെന്നുള്ള കാര്യവും വിശ്വസിക്കണ്ട. അതല്ലയോ തുളസി? മറക്കുന്നു എൻ്റെ പേര്, അതിലല്ലയോ എൻ്റെ പേര്? അത് ശരി, ഓക്കെ. തെറ്റില്ല, ഓക്കെ. അപ്പൊ നമ്മൾ ചുമക്കുന്ന ഈ എംബ്ലം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കണക്കുകൂട്ടി നമ്മൾ മുന്നോട്ട് പോയി ഈ സഹകരണം, ഈ കൂട്ടായ്മ, ഈ ഒത്തുചേരൽ, ഇത് കാണാൻ, പരസ്പരം മുഖങ്ങൾ തമ്മിൽ കാണാൻ ഒരവസരം സൃഷ്ടിച്ച ഈ എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ജെയ്സണും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു പത്രാജ. അടുത്തതായി മിസ്റ്റർ അനീഫയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയത്. ഒരിക്കലും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ, ഏകദേശം 27 വയസ്സായ സമയത്താണ് ലാംബറിൽ ജോലി ചെയ്തത്. 10 വർഷം പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറുന്നത്. വളരെ ചെറിയ പോസ്റ്റ് റിഗറായിട്ട് ജോയിൻ ചെയ്തിട്ട് സൂപ്രണ്ടായിട്ടാണ് ഞാനവിടെ അവിടുന്ന് ആ കമ്പനിയിൽ വിരമിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറിയുമെന്ന് അറിയില്ല, മിസ്റ്റർ ഡേവിഡ് കെന്നഡി 2013 എന്നെ ഗ്രൂപ്പിൻ്റെ റെഡിങ് മാനേജറായിട്ട് എന്നെ അസസ്മെൻറ്റ് ചെയ്തു. പ്രൊമോഷന് വേണ്ടി പേപ്പർ ഇട്ടു. മീൽ മില്ലർ അപ്രൂവ് ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ നിങ്ങൾ റെഡിങ് സൂപ്രണ്ടാക്കിയാൽ, അല്ല ഗ്രൂപ്പ് മാനേജറാക്കിയാൽ എൻ്റെ മുകളിൽ എൻ്റെ ബോസായിട്ടുള്ള എന്നെന്ന് പറഞ്ഞ ആസ്ട്രേലിയക്കാരൻ അവിടെ റെഡിങ് സൂപ്രണ്ടായിട്ട് അമരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മേലെ ആയിരിക്കുമല്ലോ ഞാൻ ആ പോസ്റ്റ്. എനിക്കത് കഴിയില്ല എന്ന നിലക്കാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. പക്ഷേ എന്തായാലും അത് നടന്നിട്ടില്ല. കാരണം അന്ന് നമ്മൾ പ്രൊജക്റ്റ് ജബലലിയിലെ ഷാർജയിലെയും പ്രൊജക്റ്റ് ഹോൾഡായപ്പോൾ ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് പോയി എവർസെൻ്റെ ഓഫ്ഷോറിൽ റെഗി മാനേജറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ NPCC എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് വളരെ ചെറിയ ലെവലിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടോടുകൂടെ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് മാറാൻ കഴിഞ്ഞ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ലാംബറിൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്നും ഒരുപാട് ഉയർച്ചയിലേക്ക് മാറിയ ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല ലാംബറിൽ. മാത്രമല്ല, ഞാൻ പല സമയത്തും മറ്റുള്ള കമ്പനികളിലൊക്കെ പോയ സമയത്ത്
നമ്മുടെ ടീമിനെ കുറിച്ച് ഓർക്കാത്ത സമയങ്ങൾ വളരെ കുറവായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിഫ്റ്റിങ്ങിലൊക്കെ ഇപ്പോൾ NPCC നടക്കും, ഒരു ലിഫ്റ്റിങ്ങിലൊക്കെ പോയാൽ ലിഫ്റ്റിങ് ചെയ്യുമ്പോൾ രാവിലെ 8 മണിക്ക് ലിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് 10 മണിക്കും 11 മണിക്കും ആവും ലിഫ്റ്റിങ്. കാരണം അവിടുത്തെ ആ ടീമിൻ്റെ ആ കോർഡിനേഷൻ്റെ കുറവായിരുന്നു. എന്നാലും നമ്മളെ പഠിക്കത്ത് ആരും പേര് വരുന്നില്ല, നമ്മളെല്ലാ ടീമുകളും വളരെ കൃത്യമായിട്ട് രാവിലെ 8 മണിക്ക് 7:00 റെഡി ആയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ ലാഭത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്നും ഓർക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഒരിക്കലും ഓർത്തിട്ടില്ല. മാത്രമല്ല നമ്മുടെ മുമ്പിൽ കൂടെ ഇരിക്കേണ്ട കുറേ ആളുകൾ നമ്മുടെ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓർക്കാതിരിക്കാൻ വയ്യ. നമ്മുടെ ജോ ജേക്കബ് സാറ്, അതുപോലത്തെ സദാശിവേട്ടനെ പോലത്തെ ഒരുപാട് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ജ്യേഷ്ഠനെയും അല്ലെങ്കിൽ അനിയനെ പോലെ അല്ലെങ്കിൽ ബ്രദറായിട്ട് നിന്നിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടത് നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ കണ്ണു നിറഞ്ഞു. അതോടൊപ്പം ഞാൻ ക്ഷമ ചോദിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. എനിക്ക് പല ആളുകളുടെയും സംസാരം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വയം കേൾക്കുന്ന ഇത്ര നേരം വഴിയാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ അവസാനമായിട്ട് സത്യത്തിൽ ഞാൻ 10 വർഷത്തോളമായി ലാംബറിൽ പിരിഞ്ഞിട്ട് തിരിച്ച് ആ കമ്പനിയിൽ ക്ലയൻ്റായിട്ട് അവിടെ ലാംബറിലെ അമറിയയിൽ അടുത്ത് 5-6 മാസം മുമ്പ് ചെല്ലാൻ അവസരം ഉണ്ടാവുകയും മിസ്റ്റർ നീൽമില്ലർ എന്നെ തിരിച്ച് ലാംബറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ആവശ്യപ്പെടില്ല, എന്നോടിങ്ങനെ താല്പര്യമുണ്ടോ എങ്കിൽ യുവ എന്ന് പറയുകയുണ്ട്. ഞാൻ പറഞ്ഞത് ആ കമ്പനി നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് ആ വാക്യം മുന്നോട്ട്. അപ്പോൾ താങ്ക് യു. എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു മിസ്റ്റർ അനീഫ. അടുത്തതായി മിസ്റ്റർ പ്രേമനാണ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നില്ല. എൻ്റെ പേര് പ്രേംകുമാർ. ഞാൻ 88-ലാണ് ലാംബറിൽ ജോയിൻ ചെയ്തത്. ഞാൻ ലാംബറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സുരേഷ് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ 1 ദിവസത്തിന് മുന്നെയാണ് സുരേഷ് ലാംബറിൽ ജോയിൻ ചെയ്തത്. എന്നേക്കാൾ 3 ദിവസത്തിന് മുന്നേ ജോയിൻ ചെയ്തതാണ് എൻ്റെ കഴിവ്. വളരെ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ലാംബറിൻ്റെ ദുബായ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ലാംബറിൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ജബലാലിയിൽ വെച്ചാണ്. സെൽഫിയോ? പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഷാർജ ഓപ്പൺ ചെയ്യുന്നത്. ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് ഒരു കണ്ടെയ്നർ നടത്തി സാധനങ്ങൾ വെച്ചുകൊണ്ട് സെറ്റ് ചെയ്ത് പൈസ പിരിക്കാനാണേ. പിന്നെ കൈ സംശയമുണ്ട്. പൈസ പിരിക്കാനാണേ, കൊടുക്കല്ലേ. അങ്ങേയറ്റം സന്തോഷമുണ്ട്. കാരണം ഇതുപോലൊരു കമ്പനി ആദ്യമായിട്ട് കമ്പനിസൊക്കെ കത്തിച്ച് അവിടെ ഓപ്പൺ ആവുകയും ആ കമ്പനി ഇത്രയും വലിയ ലെവലിലെത്തുകയും ഇത്രയും ആൾക്കാർക്ക് ഈ കമ്പനിയിൽ ഇത്രയും ഉന്നതങ്ങളിലുള്ള ജീവിത നിലവാരം ഉണ്ടാകാൻ അവസരവും ഉണ്ടായതിൽ അങ്ങേയറ്റം സന്തോഷം എനിക്കുണ്ട്. പിന്നെ
ജോൺ പണിക്കരും സുരേഷും പറഞ്ഞതുപോലെ കമ്പനിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും വളരെയധികം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നല്ല ഉന്നതങ്ങളിൽ എത്താൻ എല്ലാവർക്കും അവസരം കൊടുത്തതിൽ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഭക്ഷണം റെഡിയാണെങ്കിൽ അത് പിന്നെ 6 കോടിയിൽ നിന്ന് തുടങ്ങാം. എങ്കിലും 2 വാക്ക് ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവം നമ്മൾ ഇതിനെല്ലാം വളരെ ചെറിയായ പൈസയാണ്. എങ്കിലും കുറേ പേര് ജർമ്മനിയിലും ഷാർജയിലും അമേരിക്കയിലുമായിട്ട് അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അനുഭവം തരുന്നത് ഹാപ്പി ജാമിൻ്റെ ഒരു പരസ്യമാണ്. സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യേ എന്നുള്ളൊരു കുട്ടിയുടെ ഒരു രോഗമാണ്. അതേപോലെ ഇത്രയും വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്തെന്നില്ലാത്ത വളരെ സന്തോഷകരമായ, വളരെ എന്താ പറയുക, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വളരെയധികം സന്തോഷകരമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടവർ നമ്മൾ കൂട്ടത്തിൽ നിന്ന് പലരും പോയി. ഇനിയിപ്പോൾ നമ്മൾ ആരാണ് അടുത്തൊരു മീറ്റിങ്ങോ അടുത്ത ഇതേപോലെ കൂട്ടായ്മ ഉണ്ടാവുമെന്നും പറയാൻ കഴിയില്ല. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഗനൈസറായ ജയ്സനോട് ഒന്നിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പരമാവധി ഇതിൽ മിസ്സായ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വല്ലതുമുണ്ടെങ്കിൽ അവരുമായി മണ്ണിലേക്കാവുന്നു. ഇതുപോലെ ഞങ്ങളുടെ ഒരു ബൃഹത്തായ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏതോ ഉദ്ദേശം തന്നെയാണ്. വേറെ അത് നമ്മൾ ശ്രമിക്കുന്നതല്ലേ. പിന്നെ നമ്മൾ തന്നെ പലരും ചെറിയ ചെറിയ ജോലികളായിട്ടും റിട്ടയർമെൻറ്റ് ജീവൻ നയിക്കുന്നവരായിട്ടും എല്ലാവരും ഉണ്ട്. എങ്കിലും അവരുടേതായ ജോലിയും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു കേരളത്തിൻ്റെ വടക്കേ കന്യാകുമാരി വരെ ക്ലാസ് കൊടുക്കുന്നത്. എനിക്കൊന്ന് വയനാട് നാട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും പ്രതിനിധികൾ കൂടെ കഴിയും. അതേപോലെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നിവിടുത്തെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊണ്ട് വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ചെലവ് വഹിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട്. അവരെയൊക്കെ ഞങ്ങൾക്ക് ആ എടുത്ത എഫേർട്ടിന് വളരെയധികം താങ്ക്സ്. പിന്നെ ലാമ്പരം കഴിഞ്ഞ ആ വർഷം ഞങ്ങൾ ജോലി ചെയ്ത വർഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ടാവും. കാരണം ആരും തന്നെ ഈ കൂട്ടത്തിൽ 10 വർഷത്തിൽ താഴെ വർക്ക് ചെയ്തവരായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവരും മോർ ദാൻ 10 years വർക്ക് ചെയ്തവരായിട്ടില്ല. ഞാൻ ഒന്ന് 2 പ്രാവശ്യം വരും, പിന്നെ കയറി, പിന്നെ ആരും കമ്മ്യൂണിക്കേഷൻ, പിന്നെ ആരും റിക്വസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പലരുണ്ടാവും. കേസ് ലോട്ട് ഓഫ് കേസ്. അപ്പോൾ ആ ഒരു അന്നത്തെ ആ ഫ്രണ്ട്ഷിപ്പിനെ, അന്നത്തെ ആ ഞങ്ങളുടെ ഒന്നിച്ചുള്ള ജോലിയെ, ആ ഞങ്ങളുടെ എല്ലാവരും ഇങ്ങനെയൊരു ഗെറ്റുഗതറാക്കി കൊണ്ടുവന്ന ദേശം ഞാൻ വളരെ താങ്ക്സ്. പിന്നെ ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു അപ്രീഷിയേഷൻ ഇല്ല. ഒരു കോസ്റ്റ് കോഡ് ശിവുവാണെങ്കിൽ ആള് ഒരു കോസ്റ്റ് കോഡ് സിസ്റ്റം അന്ന് ഒരു ജോബും ഒരു ഡിസ്ക്രിപ്ഷനും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കൊമേഴ്ഷ്യൽ മാനേജറായ മിസ്റ്റർ കോളേജ് ഞാനവിടെ ഒരു ഓഫീസിൽ പോയി എടുക്കാനാണ്. അപ്പോൾ അന്ന് ആരോ ടെമ്പററി ആയിട്ട് കയറിയ ശേഷം അയാൾ ലീവായി വന്നപ്പോൾ എന്നോട് പറഞ്ഞു വേറെ എന്തെങ്കിലും ഓപ്ഷൻ കൂടെ. അപ്പോൾ എൻ്റെ ബ്രദർ സഹോദരൻ മുഹമ്മദ് കോളേജിലേക്ക് സംസാരിച്ച് നമ്മൾ പ്രൊജക്റ്റ് കഴിഞ്ഞിരിക്കും. അന്ന് നമ്മളെ മെൽബോയെ ജോണിച്ചാലും ആയിരുന്നു ഉണ്ടായിരുന്നു ടൈം ഓഫീസ്. അപ്പോൾ കോളേജ് ജോൺസാണ് എപ്പോഴും പറഞ്ഞു പ്രൊജക്റ്റ് കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ജോലി എക്സ് സോ വർക്ക് 10 hours ലാസ്റ്റ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ പ്രൊജക്റ്റ് വൈസ് കോസ്റ്റ് കൊണ്ടുള്ള സിസ്റ്റം എനിക്കതിനെ തോന്നുന്നത് ഷിബു അങ്ങനെയാണ്. ഷിബു അതിന് ശേഷം വന്നു എൻ്റെ ശേഷം ഇങ്ങനെ ഞങ്ങൾ
അന്ന് കമ്പനി എനിക്കിപ്പം മുന്നേ വർക്കിൽ ഞാൻ ഒരുപാട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് രാജ്യമാറ്റി നല്ലതായിരുന്നു. ഞാൻ സുരേഷ് ചോദിച്ചു ഇപ്പോൾ രാജ്യമാറ്റി എന്നെ എന്താണ് ഷിവിന് പങ്കെടുക്കാൻ പറ്റിയത്. അങ്ങനെ ആ അതിൽ കൂടെ വളർന്നു. പിന്നെ അപ്പുറത്ത് പോയി അവിടെ നിന്ന് മാറ്റിഡാനും കുറച്ച് ആളുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ ഫീസാനും കുറച്ച് ആളുണ്ട്. പിന്നെ തിരിച്ചു PG എന്ന് കമ്പനിയിലേക്ക് അവിടെയാണ് കൃഷി ഫീസാണ്. അത് നമ്മുടെ രണ്ടാമത് പിന്നെ അവിടെ ടോപ്പിൽ പോയി. പിന്നെ തിരിച്ച് വീണ്ടും കാണുന്നു. അങ്ങനെ 10 വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ നമ്മളെല്ലാവരും ഈ സമയത്ത് വീണ്ടും കണ്ടുമുട്ടാൻ അതിനെ പറ്റി പറയാനുള്ള കാര്യം പറയേണ്ടത് ബ്രീഫായിട്ട് കാര്യം പറയുന്നത്. അതിനെ വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും പരസ്പരം കാണാനും ഇനിയും തന്നെ ദൈവം എല്ലാ വർഷങ്ങളിലും അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ആശംസ പറയുന്നത് ഇനി അടുത്ത ദിവസം മനോജ് തോമസ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണമാണ്. ഭക്ഷണത്തിന് മുന്നേ ഒരു വ്യക്തി പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. പൊസോടൊന്നുമില്ല. കുടുംബാംഗങ്ങളെ, ഞാൻ ഏകദേശം ഒരു 22-23 വർഷത്തോളം ഇവിടെ ലാബറിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ഒരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഒരു സ്വഭാവം എനിക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ടു, ഞാൻ ജോലി ചെയ്തിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങളോട് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുക എന്നുള്ളതിൽ മാത്രമേ എനിക്കിത് ഫീൽ ചെയ്യുന്നുള്ളൂ. അതായത് ഞാൻ എൻ്റെ ഗ്രാജുവേഷനിൽ ഞാൻ എടുത്ത എൻ്റെ ഓപ്ഷൻ സബ്ജക്റ്റ് കോർപ്പറേഷൻ ആയിരുന്നു. അതിലൊരു കാര്യം പറഞ്ഞത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ആ ഒരു സിസ്റ്റം ലാംബറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിലുള്ള വന്നത് 22-23 വർഷം വയസ്സാകുന്നത്. ഞാൻ ആദ്യം പ്രസന്റ് പെട്രോളിയം എന്നുള്ള കമ്പനിയിലായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടം പോലെ സമയം എൻ്റെ ബന്ധുവിൻ്റെ ഹോട്ടലിൽ നിൽക്കും. അതുകൊണ്ട് എല്ലാവരെയും മുഖം എനിക്ക് പല രീതിക്കറിയാം. ഇവിടെ വന്ന് എനിക്ക് എൻ്റെ പ്രായത്തിൻ്റെ പക്വത കൊണ്ടുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അത് സ്റ്റീവൻ ലാംബറിൽ തൊട്ട് താഴെയുള്ള എല്ലാവരും എന്നെ എനിക്ക് തിരുത്തി തന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഒന്നൊരു അനുഭവം ഞാൻ പറയുന്നത്, ഞാൻ വണ്ടി സ്റ്റീവൻ ലാംബറിനെ കൊണ്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു തെർമസ് നിലത്ത് പോകും. ഞാനത് സാറിനെ വെച്ച് പോകാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വന്ന് വണ്ടി നിർത്തി, അതായത് അലൈൻ അബുദാബി റോഡിൽ സ്പീഡിൽ പോകുന്ന ട്രാക്കിൽ തന്നെ വണ്ടി മാറ്റി നിർത്തി 1 രൂപ എന്നെ കൊണ്ട് എടുപ്പിച്ച് പോക്കറ്റിൽ വെച്ചു. കാരണം 1 രൂപ വളരെ വാല്യൂ ഉള്ളതാണ്. ഇത്രയും വലിയ കോടീശ്വരൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രസിഡന്റേട്ടൻ, ടീച്ചറേട്ടൻ, ഞാനൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വന്നിരിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തി തരാറുണ്ട്. അതുപോലെ തന്നെ അപ്രാവശ്യം എൻ്റെ പത്രസേനൊക്കെ എനിക്കിവർ ആദ്യം ദേഷ്യമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് അരുത് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ആ അരുത് എന്താണെന്നുള്ളത് എൻ്റെ പ്രായത്തിൻ്റെ പക്വത വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് അൺസേഫായി നടക്കുന്ന നമുക്ക് സേഫായി ജീവിക്കുന്ന ഒരു അലർട്ടാണ് അവർ തന്നിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വർഷമാണ് ജോലി ചെയ്തത്. ബാക്കി ഏകദേശം 20 വർഷത്തോളം ലോജിസ്റ്റിക്സിലായിരുന്നു. മാത്യു ഡാനിയിൽ എന്ന് പറഞ്ഞ എൻ്റെ കോഴ്സിൻ്റെ അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2-3 കോഴ്സുകൾ പഠിക്കാൻ എനിക്ക് പറ്റി. അതായത് സർട്ടിഫൈഡ് ഇൻ്റർനാഷണൽ സപ്ലൈ ചെയ്യാനുള്ള കോഴ്സും ദുബായ് പോർട്ട് ആൻഡ് കസ്റ്റംസിൻ്റെ ലോ പഠിക്കാനുള്ള ഒരു കോഴ്സും LC ഓപ്പൺ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു കോഴ്സും. അത് എനിക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും പഠിക്കാൻ ഗൈഡൻസ് തരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗുണമായിട്ട് നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ ലാംബറിലാണ് ഷാർജ കസ്റ്റംസിൻ്റെ ഡോക്യുമെൻറ്റിന് ഗൈഡൻസ് കൊടുത്തത്. അത് നമുക്ക് പഠിച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിച്ചു. അടുത്തത് പിന്നെ എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ അവസാനം 2-2.5 വർഷത്തോളം ഞാൻ നാട്ടിൽ നിൽക്കുന്നു. ഇവിടെ കൂടുതൽ കുറേ ലോജിസ്റ്റിക്സ് കമ്പനികൾ തുറന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോയി നമുക്ക് ആർഗ്യുമെൻറ്റ് ചെയ്യാനും, നമ്മൾ ആർഗ്യുമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ ജോലി ചെയ്തിരുന്ന ലാംബറിലാണ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ നമ്മളോട് കൂടുതൽ ആർഗ്യുമെൻ്റ് ഒന്നും വരില്ല. കാരണം ലാംബറിനോളം വലിയ യൂണിവേഴ്സിറ്റി ഈ ഒരു വിഷയത്തിൽ ലോകത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ആർക്ക് എവിടെ വേണമെങ്കിൽ ആർഗ്യുമെൻറ്റ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ്, ഇന്റേണൽ ലോജിസ്റ്റിക്സ്,
UAE-ലെ എന്ത് പ്രശ്നത്തിന് എന്ത് ആർഗ്യുമെന്റ് വന്നാലും ലാംബർ തന്നെ പഠിപ്പിച്ചു വന്ന ആ മാർഗദീപം വെച്ച് ആ ലാംബറെ വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിന് ബേസിക് ആക്കി തന്നത് ലാംബറാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വേദി ഉണ്ടാക്കി തന്നു. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നുമ്പോൾ ഞാനും മാറ്റുകാരിലും മാത്രമേ ട്രാൻസ്പോർട്ടിങ് നടക്കും. എനിക്ക് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ വെയർ ഹൗസ്, വെയിറ്റിംഗ്, ട്രാൻസ്പോർട്ട് ഓരോരുത്തരും പറയുന്നില്ല. എല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ട് തന്നിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ ഗ്രൂപ്പായിട്ടുണ്ട്. എനിക്കൊരു വാല്യൂ കിട്ടിയിട്ടുള്ളത് ലാംബറെന്നാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത് ജോയിൻ ചെയ്യാൻ പറ്റി നന്ദി പറയുന്നു. ദേശത്തിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയും ഇത്തരം രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. താങ്ക് യു മിസ്റ്റർ മനോജ്. അടുത്തതായി നമ്മുടെ ജോർജ് സാർ അമേരിക്കയിൽ നിന്ന് ഈ ഫംഗ്ഷനെ കുറിച്ചിട്ട് 2 വാക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇവിടെ വായിക്കുന്നതായിരുന്നു. ജോർജ് സാർ ഫ്രോം അമേരിക്ക. ഹായ്. നമ്മളെ പറ്റി പിന്നെ ആരോടൊന്നും പറയുന്നില്ല. ഇന്നതും പറഞ്ഞാൽ ശരിയാക്കില്ല. പിന്നെ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം, ഞാൻ 92 ജോയിൻ ചെയ്തു. 2010 പ്രത്യേകിച്ചതല്ല ശാരീരിക പ്രശ്നങ്ങളാൽ തിരിച്ചുനാട്ടിലേക്ക്. അതിനുശേഷം അമ്മയിൽ മുതൽ ഇന്നലെ രാത്രി വരെ ലോകത്തേക്ക് പോയ സാറുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ പുള്ളി അതിന് മുമ്പേ ഒരു 3 മാസം മുമ്പേ ഞാൻ വിളിച്ചാൻ സാറും അദ്ദേഹം കൂടിയിട്ട് ഇവിടെ ഞാൻ ഇവിടെ എറണാകുളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാക്ടേഴ്സ് മീറ്റ് ചെയ്തിരുന്നു. സുഖങ്ങളൊക്കെ സംസാരിച്ചു. ഇതിനു വേണ്ടി അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരുന്നു. മൈ ഗുഡ്നസ്, that's more people than I imagine. I don't think I will be able to come because my visa will not have 6 months validity. So I cannot exit. Hope this will be memorable event. ഇത് പ്രത്യേകിച്ച് നോക്കിയാൽ നിങ്ങളെല്ലാവരോടും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. താങ്ക്സ് ഫോർ എവരിതിങ്. താങ്ക് യു ജേക്കബ് സാർ. അടുത്തായി നമ്മുടെ ഒറ്റ പാട്ടോട് കൂടി നമ്മളൊരു ഹെവി ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ ഒരു സാറോ ഒരു മുഖമൊക്കെ ഒന്ന് ചിരിക്കട്ടല്ലോ, ദുഃഖത്തിൽ നിൽക്കുന്നില്ല. ഫുൾ ഹാപ്പി, ഫുൾ ഹാപ്പി. പാട്ട് പാടാന്ന് പറഞ്ഞാൽ ഗായകൻ എത്തിയില്ല. അപ്പോൾ ആ കർമ്മം ഞാൻ നിർവഹിക്കുന്നു. പഴയൊരു ഗാനാണ്.